കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡേറ്റാബേസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ചാപ്റ്റർ നമ്പർ 8 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഡേറ്റാബേസ് എന്താണ് ഡി ബി എം എസ്, അതുപോലെ ഡി ബി എം എസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമായിരുന്നു യൂസേഴ്സ്, ഡേറ്റാബേസിൻ്റെ യൂസേഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഈ യൂസേഴ്സ് ഓഫ് ഡേറ്റാബേസ് എന്ന പാർട്ട് ഒന്നുകൂടി ഡീറ്റെയിൽഡായിട്ട് പറയുകയാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ ഒന്നുകൂടെ നമ്മളത് എക്സ്പാൻഡഡ് ആയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. യൂസേഴ്സ് ഓഫ് ഡേറ്റാബേസ് 4 ടൈപ്പ് യൂസറാണുള്ളത്. ഒന്ന് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ദാറ്റ് ഇസ് ഡി ബി എ. രണ്ടാമത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. മൂന്നാമത്തേത് സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. നാലാമത്തേത് നെയ്വ് യൂസേഴ്സ്. ഇങ്ങനെ 4 കാറ്റഗറി യൂസേഴ്സാണ് നമുക്കുള്ളത്. അതിൽ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട യൂസർ. The person who is responsible for control of the centralized and shared database is the database administrator. ഒരു ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഡേറ്റാബേസിൻ്റെ പിന്നെ കംപ്ലീറ്റ് അതോറിറ്റിയുള്ള, കൺട്രോളുള്ള, സെൻട്രലൈസ്ഡ് കൺട്രോളുള്ള പേഴ്സൺ എന്ന് പറയുന്നത്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ. ഒരു ഡേറ്റാബേസിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആൾ. അതായത് ആ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നതും അതിൻ്റെ പെർഫോമൻസ് തുടങ്ങിയ കാര്യങ്ങൾ ട്യൂൺ ചെയ്യുന്നതൊക്കെ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പോൾ ഒരു ഡി ബി എം എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂസർ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ഡ്യൂട്ടി ഡിസൈൻ ദ കൺസെപ്ഷ്യൽ ആൻഡ് ഫിസിക്കൽ സ്കീമ. അതായത് ഒരു ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അത്രയും പഠിച്ചാൽ മതി. ഡിസൈൻ ഓഫ് ദ കൺസെപ്ഷ്യൽ ആൻഡ് ഫിസിക്കൽ സ്കീമ. ഒരു ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുക. ഒരു എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസിൽ ഏതൊക്കെ പിന്നെ ഒബ്ജക്ട്സ് വേണം, ഏതൊക്കെ ടേബിൾസ് വേണം. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വേണം, ടീച്ചർ വേണം. സ്കൂളിലെ ഡേറ്റാബേസാണ്, ടീച്ചർ വേണം. എക്സാമിനേഷന് ഒരു ഡേറ്റാബേസ് വേണം. ടൈം ടേബിളിന് ഒരു ടേബിൾ വേണം. അങ്ങനെ ഡേറ്റാബേസിലെ ടേബിൾ വേണം. അങ്ങനെ ഒരു ഡേറ്റാബേസിൽ എന്തൊക്കെ ഒബ്ജക്ട്സ്, എൻറ്റിറ്റീസ് ഉണ്ടാവണം തീരുമാനിക്കേണ്ടത് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. ഇനി ഓരോ ടേബിളിൻ്റെയും, ഇപ്പോൾ സ്റ്റുഡൻറ്റ് ടേബിളിൽ എന്തൊക്കെ വേണം, അഡ്മിഷൻ നമ്പർ, നെയിം, കോഴ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നതും ആരാണ്? ഡി ബി ആണ്. അതായത് ഡേറ്റാബേസ് സ്കീമ, ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. ആ സ്കീമ ഡിസൈൻ ചെയ്യേണ്ടത് ഡി ബി എ ആണ്. രണ്ടാമത്തെ കാര്യം സെക്യൂരിറ്റി ആൻഡ് ഓഥറൈസേഷൻ. ഡേറ്റാബേസിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടതും ഓഥറൈസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതും ഡി ബി എയുടെ ഡ്യൂട്ടിയാണ്. അതായത് പിന്നെ ഓരോ യൂസേഴ്സിനും യൂസർ നെയിമും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആരാണ്? ഡി ബി എ ആണ്. ഡേറ്റാബേസിന് കുറേ യൂസേഴ്സ് ഉണ്ടാവാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഓരോ യൂസറിനും യൂസർ നെയിമും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഡേറ്റാബേസിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടതും ഓഥറൈസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ഡി ബി എയുടെ ഡ്യൂട്ടിയാണ്. മറ്റൊരു ഡ്യൂട്ടിയാണ് ഡേറ്റ അവൈലബിലിറ്റി ആൻഡ് റീകവറി ഫ്രം ഫെയിലിയർ. ഡേറ്റാബേസ് ഫുൾ ടൈം റൺ ചെയ്തുകൊണ്ടേയിരിക്കണം. ഡി ബി എം എസ് എന്ന സിസ്റ്റം ഫുൾ ടൈം 24/7 എന്ന രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് അവൈലബിൾ ആണ്, അതിന് പ്രശ്നമൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഡ്യൂട്ടിയാണ്. അത് റീകവറി ഫ്രം ഫെയിലിയർ എന്ന് പറയുന്നത് ബൈ ചാൻസ് ഡേറ്റാബേസ് ക്രാഷ് ആയാൽ അതിന് പ്രശ്നമൊന്നുമില്ലാതെ അതിനെ പഴയ രീതിയിൽ ഡേറ്റ നഷ്ടപ്പെടാതെ അതിനെ തിരിച്ചെടുക്കേണ്ട ഡ്യൂട്ടിയും ഡി ബി എ ആണ്. അപ്പോൾ അതിനുള്ള പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്യേണ്ടതും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. ബാക്കപ്പ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതും ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. സോ ഡി ബി എ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട യൂസർ. ആ ഡി ബി എയുടെ പ്രധാനപ്പെട്ട ജോലിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യം പറയുന്നത് ഡി ബി എ ആണ് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സ്കീമ, അതിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത് ഡി ബി എ ആണ്. സെക്യൂരിറ്റി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതും ഡി ബി എ ആണ്. പിന്നെ ഡേറ്റാബേസിന് പിന്നെ ഫുൾ ടൈം ഡേറ്റ അവൈലബിലിറ്റി, ഫുൾ ടൈം ഡേറ്റാബേസ് വർക്ക് ചെയ്യേണ്ടതെന്ന് ഉറപ്പ് വരുത്തേണ്ടതും എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് സിസ്റ്റം ക്രാഷ് ആയാൽ അതിനെ പ്രോപ്പറായിട്ട് റീകവർ ചെയ്യേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ഡി ബി എയുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അതാണ് ആദ്യത്തെ യൂസർ. രണ്ടാമത്തെ ടൈപ്പ് യൂസറാണ് ഡേറ്റാബേസിലെ രണ്ടാമത്തെ ടൈപ്പ് യൂസറെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് വിളിക്കുന്നത്. ആരാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ? ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ആർ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ഹു ഇൻട്രാക്ട് വിത്ത് ഡി ബി എം എസ് ത്രൂ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ഇപ്പോൾ C++, ജാവ തുടങ്ങിയ ഇതും കൂടി എഴുതിക്കുക. ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആർ റിട്ടൺ ഇൻ എനി ലാംഗ്വേജ്, ഫോർ എക്സാമ്പിൾ BB, C++, Java, etc.
ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമുക്കൊരു ഡേറ്റാബേസ് ഉണ്ടാവും, ഒരു ഡേറ്റാബേസ്, അതിനകത്തായിരിക്കും നമ്മളെ ഡേറ്റയൊക്കെ കിടക്കുന്നത്. ഈ ഡേറ്റ മാനേജ് ചെയ്യാൻ നമുക്ക് ഇത് ഡേറ്റാബേസ്, ദിസ് ഇസ് ഡേറ്റാബേസ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. നമുക്കൊരു ഡേറ്റാബേസ് ഉണ്ടാവും അല്ലേ, ഒരു ഡേറ്റാബേസ് ഉണ്ടാവും. ഇപ്പോൾ സ്കൂളിലെ ഡേറ്റാബേസ് ഇതിൽ ആയിരിക്കും, ഇത് ഡിസ്കിനകത്തുണ്ടാവും, അതാണ് ഡേറ്റാബേസ്. ഈ ഡേറ്റാബേസ് മാനേജ് ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും, അതിനെയാണ് നമ്മൾ DBMS എന്ന് പറയുക. DBM ഇതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഓക്കെ, ഇനി ഇതിന് പുറത്ത് മറ്റൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം എഴുതും. ആപ്ലിക്കേഷൻ പ്രോഗ്രാം, ഈ പ്രോഗ്രാം എഴുതുന്നത് സിയോ, C++ഓ ജാവയോ പിന്നെ PHP ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോഗ്രാം എഴുതുക. ഈ പ്രോഗ്രാം എന്തിനാ ചെയ്യുന്നത് അറിയോ, ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ചും പ്രോഗ്രാം എഴുതും. ഇപ്പോൾ ഇത് പിന്നെ ഒരു ഷോപ്പിനാണെങ്കിൽ ഇത് ഷോപ്പിന് ആവശ്യമുള്ള പ്രോഗ്രാം ആയിരിക്കും. അതല്ല ബാങ്കിനാണെങ്കിൽ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉണ്ടാക്കണം. ഓക്കെ, പിന്നെ റെയിൽവേക്കാണെങ്കിൽ റെയിൽവേയുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉണ്ടാക്കണം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമൊക്കെ ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, DBMS ആണ് ഡേറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ഈ DBMS-ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാംസ് ഇൻട്രാക്ട് ചെയ്യുക. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോകുമ്പോൾ, ആ ഷോപ്പിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പ് പോകുമ്പോൾ മെഡിസിൻസ് നമ്മൾ എത്രയാണ് വരാമെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്യും. ആ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ആ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ചിലപ്പോൾ സിയിലോ C++ലോ ജാവയിലോ PHPയിലോ ഒക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാം DBMS എന്ന സോഫ്റ്റ്വെയറായിട്ട് ഇൻട്രാക്ട് ചെയ്യും. DBMS ആണ് ഡേറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. അപ്പോൾ ഈ മുകളിൽ കിടക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് എഴുതുന്ന പ്രോഗ്രാമേഴ്സിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് വിളിക്കുന്നത്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ആർ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് who interact with DBMS through application program. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലൂടെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഡേറ്റാബേസ്, ഇത് DBMS, അതിൻ്റെ പുറത്താണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ഈ പ്രോഗ്രാം എഴുതുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് വിളിക്കുന്നത്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. അപ്പോൾ ഇതുമായിട്ട് DBMS-ആയിട്ട് ഇൻട്രാക്ട് ചെയ്യും, DBMS ഡേറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ. അപ്പോൾ അവർ പ്രോഗ്രാമേഴ്സാണ്. അവർ സിയിലോ C++, ജാവയിലൊക്കെ ആപ്ലിക്കേഷൻസ് ചെയ്തു. അത് ചിലപ്പോൾ ഒരു ഷോപ്പിനുള്ള ആപ്ലിക്കേഷൻ ആവാം, ബാങ്കിനുള്ള ആപ്ലിക്കേഷൻ ആവാം അല്ലേ, അത് റെയിൽവേക്കുള്ള ആപ്ലിക്കേഷൻ ആവാം. എന്ത് ആപ്ലിക്കേഷൻ ആവണോ അതിനനുസരിച്ചുള്ള പ്രോഗ്രാം എഴുതുന്ന ആളുകളെയാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ. ആ ആപ്ലിക്കേഷൻ പ്രോഗ്രാമർക്ക് ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ട് DBMS-ആയിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഓക്കെ, മറ്റൊന്നാണ് സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. മറ്റൊരു ടൈപ്പ് പിന്നെ യൂസേഴ്സാണ് സൊഫിസ്റ്റിക്കേറ്റഡ്, അഡ്വാൻസ്ഡ് യൂസേഴ്സിനാണ് സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ഇൻക്ലൂഡ് എഞ്ചിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ് ആൻഡ് അതേഴ്സ് ഹൂ ആർ thoroughly ഫെമിലിയർ വിത്ത് ഫെസിലിറ്റീസ് ഓഫ് DBMS. അത്രയും നിങ്ങൾ എഴുതണ്ട, ഇങ്ങനെ എഴുതിക്കുക. സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ഇൻക്ലൂഡ്സ് എഞ്ചിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ് എറ്റ്സെട്ര എന്ന് എഴുതുക. എന്നിട്ട് എഴുതുക ദ ഇൻട്രാക്ട് വിത്ത്, പിന്നെ ഇങ്ങനെ എഴുതിക്കോ കുറച്ചുകൂടി സിമ്പിളായിട്ട്, ദ ഇൻട്രാക്ട് വിത്ത് DBMS using complex queries. അവർ ഈ സൊഫിസ്റ്റിക്കേറ്റഡ് യൂസർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, പിന്നെ അഡ്വാൻസ്ഡ് യൂസേഴ്സ്, അതായത് ഡേറ്റാബേസിലെ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. ഉദാഹരണമായിട്ട് എഞ്ചിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്. ഇപ്പോൾ വെതർ ഫോർകാസ്റ്റ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഈ വെതറുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ അനലൈസ് ചെയ്തിട്ട് അവർ ചില പ്രിഡിക്ഷൻസ് നടത്തും. ഓക്കെ, അതുപോലെ ഈ ബിസിനസ് അനലിസ്റ്റുകൾ ഈ ബിസിനസ് ഡേറ്റ, ഉദാഹരണമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഡേറ്റയൊക്കെ അനലൈസ് ചെയ്തിട്ട്, ഇത്രയും കാലത്തെ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് ഇനി ഏത് കമ്പനിയുടെ
ഷെയറിനാണ് കൂടുതൽ വാല്യൂ ഉണ്ടാവാൻ സാധ്യത ഈ വരുന്ന മാസങ്ങളിൽ നിന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഹൈ എൻഡ് യൂസേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൊഫിസ്റ്റിക്കേറ്റഡ് യൂസർ. അവരും ഡേറ്റാബേസ് യൂസ് ചെയ്യും, ഡേറ്റാബേസിലെ ഡേറ്റ അവർ അനലൈസ് ചെയ്തിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യും, എന്നിട്ട് ചില കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള യൂസേഴ്സിനെയാണ് സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. യൂസേഴ്സാണ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരൻ, നേവ് യൂസേഴ്സ്. നാലാമത്തെ കാറ്റഗറി യൂസേഴ്സ് നേവ് യൂസേഴ്സ്. നേവ് യൂസേഴ്സ് ഇൻട്രാക്ട് വിത്ത് ദ സിസ്റ്റം ബൈ ഇൻവോക്കിംഗ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം കുറച്ചുകൂടി സിമ്പിളായിട്ട്. നേവ് യൂസേഴ്സ് interact with database using application programs. ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉപയോഗിച്ച് ഇൻട്രാക്ട് ചെയ്യുന്ന യൂസേഴ്സ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ ബാങ്കിലേക്ക് ലോഗിൻ ചെയ്യുന്നു, ഓൺലൈനായിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് ലോഗിൻ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് കാണുന്നു. അപ്പോൾ നമ്മൾ ഡേറ്റാബേസിൻ്റെ ഡേറ്റ കാണുന്നുണ്ട്, പക്ഷേ എങ്ങനെയാണ്, ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. അതുപോലെ ഒരു മെഡിക്കൽ ഷോപ്പിലുള്ള ഒരു ബില്ലടിക്കുന്ന ആൾ, അദ്ദേഹം എന്താ ചെയ്യുന്നത്, അവിടെയുള്ള ഒരു പ്രോഗ്രാമുണ്ട്, ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാം ഉപയോഗിച്ച് ബില്ല് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ആ ബില്ല് പ്രിപ്പയർ ചെയ്യുന്ന ആ എംപ്ലോയിനെ നമുക്ക് നേവ് യൂസർ എന്ന് പറയാം. അതായത് ഒരു പ്രോഗ്രാം ഉപയോഗിച്ച്, ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉപയോഗിച്ച് ഡേറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഏതൊരാളെയും നമുക്ക് നേവ് യൂസർ. അപ്പോൾ സാധാരണ എല്ലാ യൂസേഴ്സും നേവ് യൂസറാണ്. ഉദാഹരണമായിട്ട് വാട്സപ്പ് ഉണ്ടാക്കിയ ആൾ എന്താണ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമറാണ്. വാട്സപ്പ് ഉപയോഗിക്കുന്ന നമ്മൾ നേവ് യൂസറാണ്. ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആരെയും നമുക്ക് നേവ് യൂസർ എന്ന് പറയാം. ആ നേവ് യൂസറും ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, ഡേറ്റാബേസിലെ ഡേറ്റ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധാരണ എന്താ പറയുക, സാധാരണ യൂസറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നേവ് യൂസർ. നേവ് യൂസർ എപ്പോഴും എന്താ ചെയ്യുക, ഒരു പ്രോഗ്രാം ഉപയോഗിച്ചിട്ടാണ് ഡേറ്റാബേസിലെ ഡേറ്റ കാണുക. അത് നേവ് യൂസർക്ക് ഡേറ്റാബേസിലെ ഡേറ്റ നേരിട്ട് കാണാൻ സാധിക്കുകയില്ല. ഡേറ്റാബേസിലെ ഡേറ്റ കാണണമെങ്കിൽ അവർക്ക് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസ് ചെയ്യണം. അപ്പോൾ സാധാരണ എല്ലാ യൂസേഴ്സിനെയും നമുക്ക് എന്ത് പറയാം, നേവ് യൂസേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് എക്സാമ്പിൾസ് വേണമെങ്കിൽ പറയാം. പീപ്പിൾ ആക്സസിങ് ഡേറ്റ ഓവർ വെബ്, ഇൻ്റർനെറ്റ് വഴി ഡേറ്റ കാണുന്ന ആൾ. ഇപ്പോൾ ബാങ്കിലേക്ക് ലോഗിൻ ചെയ്ത് നമ്മളെ ഡേറ്റ കാണുന്ന നമ്മൾ. ക്ലറിക്കൽ സ്റ്റാഫ് ഇൻ ഓഫീസ്, ഒരു ഓഫീസിലെ ഒരു ബാങ്കിലെ എംപ്ലോയി, അദ്ദേഹം നേരിട്ട് ഡേറ്റാബേസിൽ ഡേറ്റ കാണില്ല, എന്താ കാണുള്ളൂ, ആ ബാങ്കിലെ പ്രോഗ്രാം ഉപയോഗിച്ച്, ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് അതിലെ ഡേറ്റ കാണുക. ബില്ലിംഗ് ക്ലർക്ക് ഇൻ സൂപ്പർ മാർക്കറ്റ് ഓർ ഹോട്ടൽസ്, ബാങ്ക് ക്ലർക്ക് എറ്റ്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് നേവ് യൂസർ. സാധാരണ എല്ലാ യൂസേഴ്സിനെയും നമുക്ക് എന്ത് പറയാം, നേവ് യൂസർ എന്ന് പറയാം. നേവ് യൂസറുടെ പ്രത്യേകത, ഒരു പ്രോഗ്രാം ഉപയോഗിച്ചിട്ടായിരിക്കും, ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ഡേറ്റാബേസിലെ ഡേറ്റ കാണാം. സോ ഇത്രയും 4 ടൈപ്പ് യൂസേഴ്സാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? വി ഹാവ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, അദ്ദേഹമാണ് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചറൊക്കെ ഡിസൈൻ ചെയ്യുന്നതും അതിൻ്റെ സെക്യൂരിറ്റിയും അതിൻ്റെ റീകവറി ഫെയിലിയറൊക്കെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. മറ്റൊന്ന് ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ. ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ എഴുതുന്ന പ്രോഗ്രാമേഴ്സ്, C++, ജാവയൊക്കെ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുന്ന, സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ആളെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ എന്ന് പറയുന്നത്. അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഡേറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഡേറ്റാബേസിലെ ഡേറ്റ എടുത്തിട്ട് വേണം ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ. സോ ദാറ്റ് ഇസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റ്, എഞ്ചിനീയേഴ്സ്, ബിസിനസ് അനലിസ്റ്റ് തുടങ്ങിയ ആളുകൾ. അവർ ഡേറ്റാബേസിലെ ഡേറ്റ അവരുടേതായ രീതിയിൽ അനലൈസ് ചെയ്തിട്ട് ചില പ്രഡിക്ഷൻസൊക്കെ നടത്തും. അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് യൂസേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. പിന്നെ സാധാരണ യൂസേഴ്സിനെയാണ് ഡേറ്റാബേസ് ഉപയോഗിക്കുന്ന സാധാരണക്കാർ. നേരിട്ടല്ല അവർ ഉപയോഗിക്കുക, ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ സഹായത്തോടു കൂടി, ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ഡേറ്റാബേസിലെ ഡേറ്റ ആക്സസ് ചെയ്യുന്ന സാധാരണ യൂസേഴ്സിനെയാണ് നമ്മൾ നേവ് യൂസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് ഡൺ വിത്ത് ദാറ്റ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് RDBMS ടെർമിനോളജീസ്. RDBMSുമായിട്ട് ബന്ധപ്പെട്ട ചില ടെർമിനോളജീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ടെക്നോളജീസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണ് RDBMS എന്ന് മനസ്സിലാക്കണം. എന്താണ് RDBMS? RDBMS എന്ന് പറഞ്ഞാൽ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് RDBMS. എന്താണ്
relational database management system. സാധാരണ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ DBMS എന്ന് വിളിക്കുന്നത്, DBMS. പക്ഷേ ഇതിന് എന്താണ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ദാറ്റ് ഈസ് RDBMS എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. എന്താണ് RDBMS? RDBMS എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് റിലേഷണൽ ഡാറ്റ മോഡലിനെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് RDBMS. റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിലേഷൻ എന്ന് പറഞ്ഞാൽ DBMS റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ടേബിൾ. അതായത് ഡാറ്റയെ റോയും കോളവുമായിട്ട് റോസ് ആൻഡ് കോളംസ് ആയിട്ട് ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കുക. സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യും: അഡ്മിഷൻ നമ്പർ, നെയിം, അല്ലേ, കോഴ്സ്. ഇപ്പോൾ ഇത്രയും ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ റോയും കോളായിട്ട് 101 ഹാരിസ് സയൻസ്, 102 സച്ചിൻ കൊമേഴ്സ്, 103 പഠാൻ ഹ്യൂമാനിറ്റീസ്. സോ ഇങ്ങനെ റോയും കോളുമായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടേബിൾസ് എന്ന് പറയുക. ഇങ്ങനെ ടേബിളായിട്ട് ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യുന്ന മോഡൽസിനെയാണ് നമ്മൾ റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. ഡാറ്റ നമുക്ക് പല രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെ റോയും കോളുമായിട്ട് തന്നെ റെപ്രസെൻ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ ഇങ്ങനെ റോയും കോളുമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ രീതിക്കാണ്, ഈ ടേബിളായിട്ട് ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ രീതിക്കാണ് നമ്മൾ റിലേഷണൽ മോഡൽ എന്ന് പറയുന്നത്. റിലേഷണൽ മോഡൽ ഈ രീതിയിൽ ഇങ്ങനെ ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ DBMSനെയാണ് നമ്മൾ RDBMS എന്ന് പറയുന്നത്. RDBMS എന്ന് പറയും, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു നോട്ട് എഴുതാം. എന്താണ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് എഴുതാം. സോ ആദ്യം വിൽ റൈറ്റ് സംതിങ് ലൈക്ക് ദിസ്: RDBMS, that is relational database, database management system is a DBMS software based on a relational data model. In relational data model, data is, in relational data model you can put a comma, data is represented as tables called relations. ഇപ്പോൾ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ദാറ്റ് ഈസ് RDBMS എന്ന് പറഞ്ഞാൽ അതൊരു DBMS ആണ്, ഒരു സോഫ്റ്റ്വെയർ ആണ്. ഡാറ്റാബേസ് മാനേജ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ്. അതിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾസ് ആയിട്ടാണ്. ഇതുപോലെ ടേബിൾസ് ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെ ടേബിൾസ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. So DBMS which stores data as relations or tables are called relational database management system. അപ്പോൾ ഇതാണ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ RDBMS ഉപയോഗിക്കുന്ന ചില ടെർമിനോളജീസ് ഇൻ RDBMS ആണ് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ടേംസ് ഓർ ടെർമിനോളജീസ് ഇൻ RDBMS. RDBMSൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ടേംസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിനകത്താണ് ആദ്യത്തേത് എൻറ്റിറ്റി. So you can write a entity is a person or a thing in the real world that is distinguishable from others.
എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ്, ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ എനിത്തിങ് ദാറ്റ് ഈസ് ഡിസ്റ്റിങ്വിഷബിൾ ഫ്രം അതേഴ്സ്. മറ്റുള്ളതെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന എന്തിനേയും നമ്മൾ എൻറ്റിറ്റി എന്ന് വിളിക്കും. ഡാറ്റാബേസിനകത്ത് ഓരോ വസ്തുക്കളെയും നമുക്ക് എൻറ്റിറ്റി എന്ന് വിളിക്കാം. ഉദാഹരണമായിട്ട് സ്റ്റുഡൻ്റ് ഒരു എൻറ്റിറ്റിയാണ്. എന്താണ് എക്സാമ്പിൾ എന്തൊക്കെ എഴുതാം? എക്സാമ്പിൾ സ്റ്റുഡൻറ്റ് ഒരു എൻറ്റിറ്റിയാണ് അല്ലേ. ടീച്ചർ ഒരു എൻറ്റിറ്റിയാണ്. അക്കൗണ്ട് ഒരു എൻറ്റിറ്റിയാണ്, അക്കൗണ്ട്. ബുക്കിംഗ് ഒരു എൻറ്റിറ്റിയാണ്. ഒന്നിൽ നിന്നും മറ്റൊന്നിനെ തിരിച്ചറിയാൻ പറ്റുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? എൻറ്റിറ്റി എന്ന് വിളിക്കാം. ആ എൻറ്റിറ്റിയാണ് നമ്മൾ ടേബിൾസ് അല്ലെങ്കിൽ റിലേഷൻ ആക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എൻറ്റിറ്റി എന്ന് വെച്ചാൽ എൻറ്റിറ്റി ഈസ് എനിത്തിങ് ദാറ്റ് ഈസ് ഡിസ്റ്റിങ്വിഷബിൾ ഫ്രം അതേഴ്സ്. മറ്റുള്ളതെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന എന്തിനേയും നമുക്ക് എൻറ്റിറ്റി എന്ന് വിളിക്കാം. ആ എൻറ്റിറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഡേറ്റാബേസിനകത്ത് ടേബിൾസ് അല്ലെങ്കിൽ റിലേഷൻസ് ബിൽഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടേം റിലേഷൻ. റിലേഷൻ ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ എലമെൻറ്റ്സ് ഓർഗനൈസ്ഡ് ഇൻ ടേംസ് ഓഫ് റോസ് ആൻഡ് കോളംസ്. വരിയും നിരയുമായിട്ട് ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് വിളിക്കുന്നത്. റിലേഷൻ ഈസ് ഓൾസോ കോൾഡ് ടേബിൾ. റിലേഷൻ്റെ മറ്റൊരു പേരാണ് ടേബിൾ. അതായത് ഇങ്ങനെ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ്, അതായത് ഇതിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. ഡാറ്റ വരിയും നിരയുമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇതിനെയാണ് റിലേഷൻ എന്ന് പറയുക. ഇതിനെ നമ്മൾ ടേബിൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? റിലേഷൻ എന്ന് വിളിക്കും. നമുക്ക് എക്സാമ്പിൾ വേണമെങ്കിൽ ഇത് എഴുതി വെക്കാം. സോ ഇത് ഒരു സ്റ്റുഡൻറ്റ് റിലേഷനാണെന്ന് വിചാരിക്കും. ഇതേപോലെ ടീച്ചേഴ്സിൻ്റെ ഡാറ്റയും നമുക്ക് സ്റ്റോർ ചെയ്യാം, അക്കൗണ്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാം, ബുക്കിംഗ് ഡാറ്റ സ്റ്റോർ ചെയ്യാം അല്ലേ, അങ്ങനെ സ്റ്റോർ ചെയ്യാം. മറ്റേ റോയും കോളമായിട്ട് ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു ടേമാണ് ടപ്പിൾ. ഇപ്പോൾ ഇതൊരു റിലേഷനാണ്. ഈ കാണുന്നത് ഒരു റിലേഷനാണ്, കണ്ടോ? ഈ കാണുന്നത് ഒരു റിലേഷനാണ്. ഇതൊരു റിലേഷൻ. ഇത് സ്റ്റുഡൻറ്റ് റിലേഷൻ, സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻ റോയും കോളമായിട്ട് ഇതിനകത്ത് എഴുതിയിരിക്കുക. സോ ദിസ് ഈസ് എ റിലേഷൻ. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? അഡ്മിഷൻ നമ്പർ ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ബാച്ച് ഉണ്ട്, മാർക്ക് ഉണ്ട്, റിസൾട്ട് ഉണ്ട് അല്ലേ. 101 എന്ന അഡ്മിഷൻ നമ്പറുള്ള, ക്ലാസ് നമ്പർ 24 ഉള്ള സച്ചിൻ എന്ന സയൻസ് സ്റ്റുഡൻറ്റ് 480 മാർക്ക് വാങ്ങി. അതിൻ്റെ റിസൾട്ട് EHS ആണ്, എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ആണ്. അങ്ങനെ കുറേ കുട്ടികളുടെ ഡാറ്റ ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. സോ ദിസ് ഈസ് വാട്ട് റിലേഷൻ. ഈ കാണുന്നതിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊന്നാണ് ടപ്പിൾ. ടപ്പിൾ എന്ന് പറഞ്ഞാൽ റോസ് ഓർ റെക്കോർഡ്സ് ഓഫ് എ റിലേഷൻ ആർ ജനറലി റെഫർഡ് ടു ആസ് ടപ്പിൾ. ടപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിനകത്തുള്ള റോസിനെയാണ് ടപ്പിൾ എന്ന് വിളിക്കുക. സോ ഇതൊരു റോയാണ്, ഇതൊരു ടപ്പിളാണ്, ഇത് മറ്റൊരു ടപ്പിളാണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് റിലേഷനിൽ ഓരോ ടപ്പിളും ഒരു സ്റ്റുഡൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതൊരു ടപ്പിളാണ്. അപ്പോൾ റോസ് ഇൻ എ റിലേഷൻ ഈസ് കോൾഡ് ടപ്പിൾ. സോ ഇതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ഓരോ റോയെയാണ്, ടേബിളിലെ ഓരോ റോയെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ഇങ്ങനെ ഓരോ റോയെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ടപ്പിൾ എന്ന് വിളിക്കുന്നത്. സോ റോസ് ഇൻ എ റിലേഷൻ ഈസ് കോൾഡ് ടപ്പിൾസ്. ഓക്കെ ആണല്ലോ. ഇനി അതിന് മറ്റൊരു പേരാണ് റോ അല്ലെങ്കിൽ റെക്കോർഡ് എന്നൊക്കെ പറയും. ടപ്പിളിന് മറ്റൊരു പേരാണ് റോ അല്ലെങ്കിൽ റെക്കോർഡ് ഓഫ് എ റിലേഷൻ. ഓക്കെ, നൗ എന്താണ് ആട്രിബ്യൂട്ട്? കോളംസ് ഓഫ് എ റിലേഷൻ ആർ കോൾഡ് ആട്രിബ്യൂട്ട്സ്. കോളംസ് ഓഫ് എ റിലേഷൻ ആർ കോൾഡ് ആട്രിബ്യൂട്ട്. ഒരു ടേബിളിലെ കോളത്തിനെയാണ് റിലേഷൻ ആട്രിബ്യൂട്ട്. സോ അഡ്മിഷൻ നമ്പർ ഒരു ആട്രിബ്യൂട്ടാണ്, സ്റ്റുഡൻറ്റ് ടേബിളിൻ്റെ ആട്രിബ്യൂട്ടാണ്. റോൾ നമ്പർ ഒരു ആട്രിബ്യൂട്ടാണ്, നെയിം ഒരു ആട്രിബ്യൂട്ടാണ്, ബാച്ച് ഒരു ആട്രിബ്യൂട്ടാണ്, മാർക്സ് ഒരു ആട്രിബ്യൂട്ടാണ്, റിസൾട്ട് ഒരു ആട്രിബ്യൂട്ടാണ്. സോ ഓരോ കോളത്തിനെയുമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് റിലേഷനിലെ ആട്രിബ്യൂട്ട്സ് ആണ് ഇപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്നത്. അഡ്മിഷൻ നമ്പർ ആട്രിബ്യൂട്ടാണ്, സ്റ്റുഡൻറ്റ് റിലേഷൻ്റെ ആട്രിബ്യൂട്ടാണ് അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, നെയിം, ബാച്ച്, മാർക്ക്, റിസൾട്ട് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഇതിനെയാണ് നമ്മളെന്ത് പറയുക? കോളംസ് ഓഫ് എ റിലേഷൻ ആർ കോൾഡ് ആട്രിബ്യൂട്ട്. എക്സാമ്പിൾ വേണമെങ്കിൽ ഇതാ അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, നെയിം, ബാച്ച്, ഇതൊക്കെ എന്താണ്? ആട്രിബ്യൂട്ട്സ് ഓഫ് സ്റ്റുഡൻറ്റ് റിലേഷൻ. ഇനി ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു RDBMS ഡിഗ്രി എന്ന് പറഞ്ഞാൽ? ദ നമ്പർ ഓഫ്, ശ്രദ്ധിക്കുക, എന്താണ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ ഡിറ്റർമിൻസ് ദ ഡിഗ്രി ഓഫ് റിലേഷൻ. ഒരു ടേബിളിലെ, ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിലെ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടോ അതിനെയാണ് അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ ടേബിൾ എടുക്കുകയാണെങ്കിൽ, സ്റ്റുഡൻറ്റ് റിലേഷൻ എടുക്കുകയാണെങ്കിൽ, ഇതിൽ എത്ര ആട്രിബ്യൂട്ട് ഉണ്ട്? 1 2 3 4 5 6 6 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്, ഈ ടേബിളിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 6 ആണ്. കാരണം ഇതിൽ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട്? 1 2 3 4 5 6 ആട്രിബ്യൂട്ട് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഒരു റിലേഷൻ്റെ അഥവാ ഒരു ടേബിളിൽ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടോ അതിൻ്റെ എണ്ണത്തെയാണ് ദ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ
ഡിറ്റർമിൻസ് ദ ഡിഗ്രി ഓഫ് റിലേഷൻ. ഈ എക്സാമ്പിളിൽ നമുക്ക് ഡിഗ്രി എത്രയാണ്? 6 ആണ് അല്ലേ. അതേപോലെ എന്താണ് നെക്സ്റ്റ്? കാർഡിനാലിറ്റി. മറ്റൊരു ടേമാണ് കാർഡിനാലിറ്റി. നമ്പർ ഓഫ് റോസ് ഓർ ടപ്പിൾസ് ഇൻ എ റിലേഷൻ ഈസ് കോൾഡ് കാർഡിനാലിറ്റി ഓഫ് ദ റിലേഷൻ. നമ്പർ ഓഫ് റോസ് ഓർ ടപ്പിൾസ് ഇൻ എ റിലേഷൻ ഈസ് കോൾഡ് കാർഡിനാലിറ്റി. ഒരു ടേബിളിൽ എത്ര ടപ്പിൾസ് ഉണ്ട്, എത്ര റെക്കോർഡ്സ് ഉണ്ട്, അതിൻ്റെ എണ്ണത്തിനെയാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. ഈ ടേബിളിൽ എത്ര റെക്കോർഡ്സ് ഉണ്ട്? ഇതൊരു ഫസ്റ്റ് റെക്കോർഡ്, ഇത് സെക്കൻഡ് റെക്കോർഡ്, തേർഡ് റെക്കോർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് റെക്കോർഡ് അല്ലേ, 7, 8. ഇതിനകത്ത് 8 റെക്കോർഡ്സ് ഉണ്ട് അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8. അതുകൊണ്ട് ഈ ടേബിളിൻ്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് 8 ആണ്. കാർഡിനാലിറ്റി എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, ഈ ടേബിളിലുള്ള റെക്കോർഡ്സിൻ്റെ എണ്ണത്തിനെയാണ് അല്ലെങ്കിൽ ടപ്പിൾസിൻ്റെ എണ്ണത്തിനെയാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. അതേപോലെ ഒരു റിലേഷനകത്തുള്ള പിന്നെ കോളത്തിൻ്റെ എണ്ണത്തിനെയാണ് നമ്മളെന്ത് പറയുക? ഡിഗ്രി എന്ന് പറയുന്നത്. ഇത് 1, 2, 3, 4, 5, 6. ഇതിൻ്റെ ഡിഗ്രി 6ഉം ഇതിൻ്റെ കാർഡിനാലിറ്റി 8ഉമാണ്. അപ്പോൾ കുട്ടികൾ പലപ്പോഴും തെറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. ഡിഗ്രിയും കാർഡിനാലിറ്റിയും പരസ്പരം മാറിപ്പോകാതിരിക്കാൻ എളുപ്പപ്പടി പറഞ്ഞുതരാം. റോ ഓഫ് കാർസ് എന്ന് പഠിച്ചാൽ മതി. റോ ഓഫ് കാർസ് എന്ന് പഠിക്കുക. കാർസ് എന്ന് പറഞ്ഞാൽ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് റോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ടപ്പിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റോ ഓഫ് കാർസ് എന്ന് പഠിച്ചാൽ കാർഡിനാലിറ്റി റോ ആയിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് മനസ്സിലാകും. ഇപ്പോൾ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ആണ്, റോസ്. ഇപ്പോൾ റോ ഓഫ് കാർസ് എന്ന് പഠിക്കുക. അത് വെറുതെ ഒരു ടേമായിട്ട് പഠിക്കുക. എന്താ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, കുട്ടികൾ പലപ്പോഴും ഡിഗ്രിക്ക് പകരം കാർഡിനാലിറ്റി എഴുതും, ഇതിന് പകരം ഇതും എഴുതും. രണ്ടിൻ്റെയും ഡെഫിനിഷൻ മാറ്റി എഴുതാൻ ധാരാളം സാധ്യത കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാറിപ്പോവാതിരിക്കാൻ മനസ്സിലാക്കുക. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ റോ ആയിട്ട് ബന്ധപ്പെട്ട, അത് മനസ്സിലാക്കാൻ വെറുതെ റോ ഓഫ് കാർസ് എന്ന് വെറുതെ മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. എങ്കിൽ അത് മാറിപ്പോവില്ല കേട്ടോ. മറ്റൊരു ടേമാണ് ഡൊമെയിൻ. എന്താണ് ഡൊമെയിൻ? ഡൊമെയിൻ ഈസ് എ പൂൾ ഓഫ് വാല്യൂസ്. ഡൊമെയിൻ ഈസ് എ പൂൾ ഓഫ് വാല്യൂസ് എന്ന് എഴുതാം. ഡൊമെയിൻ ഈസ് എ പൂൾ ഓഫ് വാല്യൂസ്. എന്നിട്ട് ഇങ്ങനെ എഴുതാം, ബാക്കി ഇങ്ങനെ എഴുതാം. പൂൾ ഓഫ് വാല്യൂസ് എന്ന് എഴുതിയിട്ട് പിന്നെ ഇങ്ങനെ എഴുതാം. from where values to a column are taken. ഒരു കോളത്തിലേക്ക് എടുക്കുന്ന വാല്യൂസിൻ്റെ കൂട്ടത്തെയാണ് നമ്മളെന്ത് പറയുന്നത്? ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്നുകൂടെ നോക്കുക. എ ഡൊമെയിൻ ഈസ് എ പൂൾ ഓഫ് വാല്യൂസ് ഫ്രം വേർ വാല്യൂസ് ടു എ കോളം ആർ ടേക്കൺ. ഒരു കോളത്തിലേക്ക് നമ്മൾ എടുക്കുന്ന വാല്യൂവിൻ്റെ കൂട്ടത്തെയാണ് നമ്മളെന്ത് പറയുന്നത്? ഡൊമെയിൻ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചാൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ അഡ്മിഷൻ നമ്പർ എന്ന കോളത്തേക്ക് എടുക്കുന്ന വാല്യൂസ് എന്താണ്? നമ്പറുകളാണ് അല്ലേ. അഡ്മിഷൻ നമ്പർ എന്ന കോളത്തേക്ക് എടുക്കുന്ന വാല്യൂസ് നമ്പറുകളാണ്. അപ്പോൾ നമുക്ക് പറയാം അഡ്മിഷൻ നമ്പർ എന്ന കോളത്തിൻ്റെ ഡൊമെയിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ എന്ന് പറയാം. നമ്പറുകളുടെ കൂട്ടമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അഡ്മിഷൻ നമ്പറിൻ്റെ ഡൊമെയിന് നമ്പറാണ്. അതേപോലെ നമ്മൾ റോൾ നമ്പർ എന്ന കോളത്തേക്കുള്ള വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡൊമെയിൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അതിൻ്റെ ഡൊമെയിനും നമ്പറാണെന്ന് പറയാം. ശരിയല്ലേ? ഇനി നെയിം എന്ന കോളം എടുക്കുകയാണെങ്കിൽ നെയിം എന്ന കോളത്തിൻ്റെ ഡൊമെയിൻ ഏതാണെന്ന് വെച്ചാൽ ഇവിടെ എന്താ? രാഹുൽ, സച്ചിൻ, ഫാത്തിമ, മഹേഷ്. നമുക്കെന്താ പറയുക? അതിൻ്റെ ഡൊമെയിൻ, നെയിം എന്ന കോളത്തിൻ്റെ ഡൊമെയിൻ എന്താണ്? ഡൊമെയിൻ എന്ന് പറയുന്നത് നെയിംസ് ഓഫ് അല്ലെങ്കിൽ ഹ്യൂമൻ നെയിംസ് എന്ന് പറയാം. എന്ത് പറയാം? മനുഷ്യൻ്റെ പേരുകൾ, ഹ്യൂമൻ നെയിംസ് അല്ലെങ്കിൽ നെയിംസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യരുടെ പേരുകളാണ് നെയിം എന്ന കോളത്തിൻ്റെ ഡൊമെയിൻ. മനുഷ്യരുടെ പേരുകൾ. ഇവിടെ നമുക്ക് സ്ഥലത്തിൻ്റെ പേര് കൊടുക്കാൻ പറ്റുമോ? നെയിമിൻ്റെ താഴെ മഞ്ചേരി, അരീക്കോട് എന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. മനുഷ്യരുടെ പേരുകളാണ് ആ കോളത്തിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇനി ബാച്ചിൻ്റെ ഡൊമെയിൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്ത് പറയാം? നെയിംസ് ഓഫ് കോഴ്സസ്. എന്താണ്? നെയിംസ് ഓഫ് കോഴ്സസ്, കോഴ്സിൻ്റെ നെയിം അല്ലേ. ബാച്ച് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റി. ബാച്ച് സച്ചിൻ, രാഹുൽ, ഫാത്തിമ, മഹേഷ് എന്ന് പറയാൻ പറ്റും? ഇല്ല. അപ്പോൾ ബാച്ചിൻ്റെ ഡൊമെയിൻ കോഴ്സിൻ്റെ കൂട്ടമാണ്. കോഴ്സിൻ്റെ നെയിംസ് ഓഫ് കോഴ്സസ്, കോഴ്സിൻ്റെ പേരുകളാണ് ബാച്ച് എന്ന കോളത്തിൻ്റെ ഡൊമെയിൻ അല്ലേ. അതുപോലെ മാർക്കിൻ്റെ ഡൊമെയിന് നമ്പറുകളാണ് അല്ലേ. റിസൾട്ടിൻ്റെ ഇവിടെ 2 വാല്യൂസ് ഉള്ളൂ, EHS, NHS. അതുപോട്ടെ.
നമുക്ക് ജനറലായിട്ട് പറയാം അഡ്മിഷൻ നമ്പറിൻ്റെ ഡൊമെയിൻ ഏതാണ്? നമ്പറാണ്. റോൾ നമ്പറിൻ്റെ ഡൊമെയിൻ നമ്പറാണ്. നെയിമിൻ്റെ ഡൊമെയിൻ മനുഷ്യരുടെ പേരുകളാണ്. ബാച്ചിൻ്റെ ഡൊമെയിൻ ഏതാണ്? ബാച്ചുകളുടെ പേരാണ്. മാർക്സിൻ്റെ ഡൊമെയിൻ നമ്പറുകളാണ് എന്ന് മനസ്സിലായി. സോ വാട്ട് ഇസ് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഡൊമെയിൻ മീൻസ് ഡൊമെയിൻ. വാട്ട് ഇസ് ഡൊമെയിൻ? Domain is a pool of values. Domain what? Domain is what? Domain is a pool of values from where values to a column are taken. ഒരു കോളത്തിലേക്ക് നമ്മൾ എടുക്കുന്ന വാല്യൂസിൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഡൊമെയിൻ എന്ന് പറയുക. മനസ്സിലായല്ലോ? മറ്റൊരു ടേമാണ് സ്കീമ. സ്കീമ, ദ ഡിസ്ക്രിപ്ഷൻ ഓർ സ്ട്രക്ചർ ഓഫ് എ ഡേറ്റാബേസ് ഈസ് കോൾഡ് ഡേറ്റാബേസ് സ്കീമ. ഒരു ഡേറ്റാബേസിൻ്റെ സ്കീമ എന്ന് പറഞ്ഞാൽ ആ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചറാണ്. ഡേറ്റാബേസിൻ്റെ സ്കീമ എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ. ഇപ്പോൾ ഒരു ടേബിളിൻ്റെ സ്കീമ പറഞ്ഞാൽ ടേബിളിൻ്റെ സ്ട്രക്ചർ. ഉദാഹരണമായിട്ട് നമ്മുടെ സ്റ്റുഡൻറ്റ് ടേബിൾ, നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്ത സ്റ്റുഡൻറ്റ് ടേബിൾ എടുക്കുക. ആ സ്റ്റുഡൻറ്റ് ടേബിളിൻ്റെ സ്ട്രക്ചർ എന്താ? അഡ്മിഷൻ നമ്പർ ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ബാച്ച് ഉണ്ട്, മാർക്ക് ഉണ്ട്, റിസൾട്ട് ഉണ്ട്. ഇത്രയും കോളംസ് ഉണ്ട് സ്റ്റുഡൻറ്റ് ടേബിളിനകത്ത്. ഇനി ഓരോ കോളത്തിലും അഡ്മിഷൻ നമ്പറിൽ ഇൻറ്റിജർ നമ്പറാണ് വരേണ്ടത്, റോൾ നമ്പറിലും നമ്പർ വരേണ്ടത്, നെയിമിനകത്ത് ക്യാരക്ടർ 50 എന്ന് പറഞ്ഞാൽ മാക്സിമം 50 ക്യാരക്ടറുള്ള പേരുകൾ വരാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബാച്ച് ക്യാരക്ടർ 20 എന്ന് പറഞ്ഞാൽ ബാച്ചിൻ്റെ പേരിൽ മാക്സിമം 20 ക്യാരക്ടേഴ്സ് ഉണ്ടാവാം. മാർക്ക് ഡെസിമൽ എന്ന് പറയുന്നത് മാർക്ക് നമ്പറാണ്. നമ്പർ ഇൻ ദ സെൻസ് പോയിൻ്റുള്ള നമ്പറും വരാം എന്നുള്ള അർത്ഥത്തിൽ. റിസൾട്ട് ക്യാരക്ടറാണ്. സോ ഇതൊരു സ്കീമയാണ്. ഇതൊരു സ്ട്രക്ചറാണ്. എന്തിൻ്റെ സ്ട്രക്ചറാണ്? സ്റ്റുഡൻറ്റ് ടേബിളിൻ്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. സ്റ്റുഡൻറ്റ് ടേബിളിൻ്റെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്കീമ എന്ന് പറയുക. അപ്പോൾ വാട്ട് ഈസ് സ്കീമ? ഡേറ്റാബേസ് സ്കീമ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ഡേറ്റാബേസ് സ്കീമ എന്ന് വിളിക്കുന്നത്. ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെയാണ് ഡേറ്റാബേസ് സ്കീമ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ടേബിളിൻ്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താണ്? അഡ്മിഷൻ നമ്പർ ഉണ്ട്. ഈ സ്റ്റുഡൻറ്റ് ടേബിളിൽ എത്ര കോളംസ് ഉണ്ട്? അഡ്മിഷൻ നമ്പർ ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ബാച്ച് ഉണ്ട്, മാർക്സ് ഉണ്ട്, റിസൾട്ട് ഉണ്ട്. ഇത്രയും കോളംസ്. ഇനി അഡ്മിഷൻ നമ്പർ ഇൻറ്റിജറാണ്, റോൾ നമ്പർ ഇൻറ്റിജറാണ്, നെയിം ക്യാരക്ടറാണ്, ബാച്ച് ക്യാരക്ടറാണ്, മാർക്ക് ഡെസിമലാണ്, റിസൾട്ട് ക്യാരക്ടറാണ്. ഇങ്ങനെ ഒരു ടേബിളിൻ്റെ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്കീമ, അല്ലെങ്കിൽ ജനറലായിട്ട് പറയുന്നത് ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കീമ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി മറ്റൊന്നാണ് ഇൻസ്റ്റൻസ്. മറ്റൊരു ടേമാണ് ഇൻസ്റ്റൻസ്. ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ റിലേഷൻ ഈസ് എ സെറ്റ് ഓഫ് ടപ്പിൾസ്. യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. കുറച്ചുകൂടി സിമ്പിൾ ആക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ശ്രദ്ധിക്കുക, എന്താണ് ഇൻസ്റ്റൻസ്? ഇൻസ്റ്റൻസ് ഈസ് എ സെറ്റ് ഓഫ് ടപ്പിൾസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എഴുതാം, കുഴപ്പമില്ല. ആൻ ഇൻസ്റ്റൻസ് ഈസ് എ റിലേഷൻ, ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ റിലേഷൻ ഈസ് എ സെറ്റ് ഓഫ് ടപ്പിൾസ് ഇൻ വിച്ച് ഈച്ച് ടപ്പിൾ ഹാസ് സെയിം നമ്പർ ഓഫ് ഫീൽഡ്സ്. ഇത്ര എഴുതിയാൽ മതി. അതായത് എന്താണ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഒരു കൂട്ടം റെക്കോർഡ്സിനെ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ഇൻസ്റ്റൻസ്, ഒരു ടേബിളിൽ ഒരു കൂട്ടം റെക്കോർഡ്സിനെയാണ് ഇൻസ്റ്റൻസ് എന്ന് പറയാം. ഇതൊരു ഇൻസ്റ്റൻസ് ആണ്. ഇതൊരു ഇൻസ്റ്റൻസ് ആണ്. ഒരു കൂട്ടം റെക്കോർഡ് ഇതൊരു ഇൻസ്റ്റൻസ് ആണ്. വേണമെങ്കിൽ ഇതൊരു ഇൻസ്റ്റൻസ് ആണ്. ഒരു ടേബിളിൽ ഒരു കൂട്ടം റെക്കോർഡ്സിനെ, ടപ്പിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻസ്റ്റൻസ് എന്ന് വിളിക്കുക. വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ മൊത്തം റിലേഷൻ ഒരു ഇൻസ്റ്റൻസ് ആണ്. അതായത് ഒരു ടേബിളിലെ കുറേ റെക്കോർഡ്സിൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് എന്ന് വിളിക്കുക. ഓക്കെ. സോ ദാറ്റ്സ് വാട്ട് ഇൻസ്റ്റൻസ്. സ്കീമ എന്ന് പറഞ്ഞാൽ ടേബിളിൻ്റെ സ്ട്രക്ചർ. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ടേബിളിലുള്ള ഒരു കൂട്ടം റെക്കോർഡ്സിനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് എന്ന് പറയുക. ആ ഇൻസ്റ്റൻസ് പ്രത്യേകത, ആ റെക്കോർഡ്സിലെ ആ ടപ്പിളിലെ എല്ലാത്തിലും തുല്യ നമ്പർ കോളംസ് ഉണ്ടായിരിക്കുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ റിലേഷൻ ഈസ് എ സെറ്റ് ഓഫ് ടപ്പിൾസ്. ഒരു ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം റെക്കോർഡ്സ് ആണ്. ഇൻ വിച്ച്, അതിനകത്ത് എന്തുണ്ട്? ഈച്ച് ടപ്പിൾ ഹാസ് സെയിം നമ്പർ ഓഫ് ഫീൽഡ്സ്. എല്ലാ റെക്കോർഡ്സിലും, എല്ലാ ടപ്പിളിലും കോളത്തിൻ്റെ എണ്ണം തുല്യമായിരിക്കും. എല്ലാ ടപ്പിളിലും കോളത്തിൻ്റെ എണ്ണം തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ റെക്കോർഡ് എടുക്കുകയാണെങ്കിൽ 1 2 3 4 5 6 കോളം. ഈ റെക്കോർഡ് എടുത്താലും 1 2 3 4 5 6. ഇതെടുത്താലും 1 2 3 4 5 6. ഇപ്പോൾ ഒരു കൂട്ടം ടപ്പിൾസ് ഇനിയാണ് നമ്മൾ ഇൻസ്റ്റൻസ് എന്ന് പറയുക. അതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. അതിനകത്തുള്ള കോളത്തിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. 1 2 3 4. ഏത് റെക്കോർഡ് എടുത്താലും ഒരേ നമ്പർ ഓഫ് കോളംസ് ആണ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്.
ഒരേപോലത്തെ വാല്യൂസാണ് ഉണ്ടായിരിക്കുക. ഇവിടെ അഡ്മിഷൻ നമ്പർ ആണെങ്കിൽ ഇവിടെ അഡ്മിഷൻ നമ്പർ, ഇവിടെ അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ ആണെങ്കിൽ ഇവിടെ റോൾ നമ്പർ, ഇവിടെ സച്ച് നെയിം ആണെങ്കിൽ ഇവിടെ നെയിം, ഇവിടെ നെയിം, ഒരേപോലത്തെ കോളംസ്, ഒരേ എണ്ണം കോളംസ് ഉള്ള ഒരു കൂട്ടം ടപ്പിൾസിനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് എന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണ്, എന്ത് പറയാം, ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഇൻസ്റ്റൻസ് ഓഫ് എ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എ സെറ്റ് ഓഫ് ടപ്പിൾസ്, ഒരു കൂട്ടം റെക്കോർഡ്സ് ആണ്, ഇൻ വിച്ച് അതിനകത്ത് ഈച്ച് ടപ്പിൾ ഹാസ് സെയിം നമ്പർ ഓഫ് ഫീൽഡ്സ്, എല്ലാ റെക്കോർഡിലും ഒരേ നമ്പർ ഫീൽഡ്സ് ആണ് ഉണ്ടായിരിക്കുക, ഒരേ എണ്ണം കോളംസ് ആണ് ഉണ്ടായിരിക്കുക എന്നാണ്, അല്ലെങ്കിൽ ഒരേ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് ഡൺ വിത്ത് ദാറ്റ്. അപ്പോൾ നമ്മളെന്ത് പഠിച്ചു? RDBS ഇത് പഠിച്ചു, ടെർമിനോളജീസ് പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് റിലേഷണൽ ഓപ്പറേഷൻസ്, സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ എന്നുള്ള റിലേഷണൽ ഓപ്പറേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അതിലേക്ക് പോവാം. റിലേഷണൽ ആൾജിബ്രയിൽ വരുന്ന ഒരു സംഭവമാണ് ഈ ഓപ്പറേഷൻ. എന്താണ് റിലേഷണൽ ആൾജിബ്ര എന്ന് പറയുന്നത്? റിലേഷണൽ ആൾജിബ്രയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ പഠിക്കാൻ വന്നത്. സെലക്ട്, പ്രൊജക്റ്റ്, സെലക്ട് ഓപ്പറേഷൻ, പ്രൊജക്റ്റ് ഓപ്പറേഷൻ, അങ്ങനെ ചില ഓപ്പറേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞു പോവാം. റിലേഷണൽ ആൾജിബ്ര എന്ന് ഡിസ്കസ് ചെയ്യുന്നു. എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? റിലേഷണൽ ആൾജിബ്ര, collection of operation that is used to manipulate entire relations of a database is known as relational algebra എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റിലേഷണൽ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ കുറേ ഓപ്പറേഷൻസ് ആണ്. നമ്മൾ ടേബിളിൽ നടത്തുന്ന ഓപ്പറേഷൻസിനെയാണ് നമ്മൾ റിലേഷണൽ ആൾജിബ്ര എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസ്. എന്താണ് റിലേഷണൽ ആൾജിബ്ര? റിലേഷണൽ ആൾജിബ്ര ഈസ് എ കളക്ഷൻ ഓഫ് ഓപ്പറേഷൻ, ചില ഓപ്പറേഷൻസ് ആണ് that is used to manipulate entire relations. ടേബിൾസിൽ മാറ്റങ്ങൾ വരുത്താൻ, മാനിപ്പുലേറ്റ് ചെയ്യാറുള്ള മാറ്റങ്ങൾ വരുത്താൻ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേഷണൽ ആൾജിബ്ര എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? റിലേഷണൽ ആൾജിബ്ര എന്ന് വിളിക്കുന്നത്. റിലേഷണൽ ആൾജിബ്ര എന്നൂടെ പറയാം. റിലേഷണൽ ആൾജിബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? It means it is a collection of operation that is used to manipulate the relations of a database is known as relational algebra. ഡേറ്റാബേസിലെ ഡേറ്റയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ഉപയോഗിക്കുന്ന, ചില ഓപ്പറേഷൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസിനെയാണ് നമുക്കെന്ത് പറയാം? റിലേഷണൽ ആൾജിബ്ര എന്ന് പറയാം. അല്ലെങ്കിൽ ബേസിക്കലായിട്ട് നമുക്കിങ്ങനെ പറയാം, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ you can tell like this: relational algebra is used to make some operations on relations ബ്രാക്കറ്റിൽ ടേബിൾസ് എന്ന് സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, ടേബിൾ ചില ചേഞ്ചസ് ഓപ്പറേഷൻസ് നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ആൾജിബ്രയാണ് റിലേഷണൽ ആൾജിബ്ര എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റാണ്. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ഓപ്പറേഷൻസ്, റിലേഷണൽ ആൾജിബ്രയിലെ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്, ദ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ഇൻ റിലേഷണൽ ആൾജിബ്ര എന്ന് പറയുന്നത്, ദ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ഇൻ റിലേഷണൽ ആൾജിബ്ര ആർ സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, സെറ്റ്, ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഇത്രയും ഓപ്പറേഷൻസ് ആണ് റിലേഷണൽ ആൾജിബ്രയിലുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, സെറ്റ്, ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഇത്രയും ഓപ്പറേഷൻസ് ആണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ. ഇത്രയും പഠിക്കാനേ പറഞ്ഞിട്ടുള്ളൂ പുതിയ സിലബസ്. സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്ന് പഠിക്കാം. റിലേഷണൽ ആൾജിബ്രയിൽ ആദ്യത്തെ ഓപ്പറേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സെലക്ട് ഓപ്പറേഷൻ. എഴുതിക്കോ. സെലക്ട് ഓപ്പറേഷൻ ഈസ് യൂസ്ഡ് ടു സെലക്ട് റോസ് ഫ്രം എ റിലേഷൻ ദാറ്റ് സാറ്റിസ്ഫൈസ് എ ഗിവൺ പ്രെഡിക്കേറ്റ്. ഒരു പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കണ്ടീഷൻ എന്ന് എഴുതാം. പ്രെഡിക്കേറ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടീഷൻ എഴുതാം. കണ്ടീഷൻ. എന്താണ് സെലക്ട് ഓപ്പറേഷൻ?
ടേബിളിൽ നിന്ന് കുറേ റെക്കോർഡ്സ് എടുക്കുന്നതിനെയാണ് നമ്മൾ സെലക്ട് ഓപ്പറേഷൻ. ഒരു കണ്ടീഷന് വിധേയമായിട്ട് ടേബിൾസിൽ നിന്ന് റെക്കോർഡ് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെലക്ട് ഓപ്പറേഷൻ എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ടേബിളിൽ നിന്ന് കൊമേഴ്സിന് പഠിക്കുന്ന കുട്ടികളെ മാത്രം എടുക്കുക, അല്ലെങ്കിൽ സയൻസ് പഠിക്കുന്ന കുട്ടികളെ മാത്രം എടുക്കുക. അങ്ങനെ ഒരു കണ്ടീഷന് വിധേയമായിട്ട് ടേബിളിൽ നിന്ന് റെക്കോർഡ് എടുക്കുന്നതിനെയാണ് നമ്മൾ സെലക്ട് ഓപ്പറേഷൻ എന്ന് പറയാം. എന്താണ് സെലക്ട് ഓപ്പറേഷൻ? ഈസ് യൂസ്ഡ് ടു സെലക്ട് റോസ്, ചില റോസ് സെലക്ട് ചെയ്യാൻ ഫ്രം എ റിലേഷൻ, ഒരു ടേബിളിൽ നിന്ന് റെക്കോർഡ്സ് സെലക്ട് ചെയ്യുക. ദാറ്റ് സാറ്റിസ്ഫൈസ് എ ഗിവൺ പ്രെഡിക്കേറ്റ്, ഒരു പ്രത്യേക കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡ്സ് മാത്രം എടുക്കുക. ഉദാഹരണമായിട്ട് പാസ്സായ കുട്ടികളെ മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഫെയിലായ കുട്ടികളെ മാത്രം എടുക്കുക, 80% കൂടുതലുള്ള കുട്ടികളെ മാത്രം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സയൻസിൽ പഠിക്കുന്ന കുട്ടികളെ മാത്രം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളെ മാത്രം സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുക്കുന്നതിനാണ് സെലക്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ദ ജനറൽ ഫോർമാറ്റ് ഓഫ് സെലക്ട് ഓപ്പറേഷൻ ഈസ് ദിസ്. ഇങ്ങനെയാണ് നമ്മൾ സെലക്ട് ഓപ്പറേഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. എങ്ങനെ എഴുതുക? സെലക്ട്, ഇങ്ങനെ സിഗ്മ എന്ന് എഴുതും സെലക്ട്, ദെൻ ഇവിടെ കണ്ടീഷൻ കൊടുക്കും, കണ്ടീഷൻ കുറേ താഴെ സബ്സ്ക്രിപ്റ്റ് ആഡ് എഴുതും, എന്നിട്ട് ഇവിടെ ടേബിളിൻ്റെ പേര് എഴുതും, ടേബിൾ അല്ലെങ്കിൽ റിലേഷൻ്റെ പേര് എഴുതും, റിലേഷൻ എഴുതും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ. ഞാൻ അതിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നോക്കാം, ടു സെലക്ട് ഓൾ സ്റ്റുഡൻസ് ഹു ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. ഇപ്പോൾ നമ്മൾ സെലക്ഷൻ ഓപ്പറേഷൻ എഴുതാൻ പോവുകയാണ്. ആദ്യത്തെ സെലക്ഷൻ ഓപ്പറേഷനാണ്, നമ്മൾ സെലക്ട് ഓപ്പറേഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെലക്ട് ഓപ്പറേഷൻ ടു സെലക്ട് ഓൾ സ്റ്റുഡൻസ് ഹു ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. ഹയർ സ്റ്റഡിക്ക് പിന്നെ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾ, അതായത് EHS റിസൾട്ട് EHS ഉള്ള കുട്ടികളെ മാത്രം സെലക്ട് ചെയ്യുക. EHS ഇപ്പോൾ നമ്മൾ ഈ ടേബിളിനകത്ത് നമുക്കറിയാം EHS ഉള്ള കുട്ടികളുണ്ട്, NHS ഉള്ള കുട്ടികളുണ്ട്. അത് EHS ഉള്ള കുട്ടികളെ മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു കൊറിയാണ് പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റിലേഷണൽ ആൾജിബ്രയിൽ എഴുതുക? ഇങ്ങനെ എഴുതുക സെലക്ട് റിസൾട്ട് ഈസ് ഈക്വൽ ടു EHS. ഇതാണ് കണ്ടീഷൻ. ഏത് ടേബിളിൽ നിന്ന്, ഏത് റിലേഷൻ? സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന്. അപ്പോൾ നമ്മൾ എഴുതുക ഇങ്ങനെയാണ്. എങ്ങനെ എഴുതുക? പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യണം. സെലക്ട് എന്നുള്ള സിമ്പിൾ ഇങ്ങനെ, എന്നിട്ട് കണ്ടീഷൻ എന്താണ്? റിസൾട്ട് ഈസ് ഈക്വൽ ടു EHS. ഈ കണ്ടീഷനുള്ള കുട്ടികളെ എവിടെ നിന്ന് എടുക്കണം? സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്യണം. സോ ഇതിനെയാണ് നമ്മൾ സെലക്ട് ഓപ്പറേഷൻ എന്ന് പറയുക. ഇതൊരു സെലക്ട് ഓപ്പറേഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന് ഈ കണ്ടീഷൻ ട്രൂ ആയ, ഏത് ടേബിളിൽ നിന്നാണ്? സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന് നമ്മൾ ഈ കണ്ടീഷൻ ട്രൂ ആയ കുട്ടികളെ മാത്രം സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇനി നമ്മൾ മറ്റൊരു കൊറി എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ? അങ്ങനെ ഈ കൊറി റൺ ചെയ്താൽ നമുക്ക് ഈ റിസൾട്ട് കിട്ടും. ഇതിനകത്ത് കണ്ടോ, എല്ലാ കുട്ടികളും EHS ഉള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ, NHS ഉള്ള കുട്ടികളില്ല. അപ്പോൾ EHS മാത്രമുള്ള കുട്ടികളുടെ ലിസ്റ്റ് കിട്ടാനാണ് ഇപ്പോൾ ഈ കൊറി എക്സിക്യൂട്ട് ചെയ്തത്. ഈ കൊറി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്ത കൊറി ഇതാണ്. എന്താണ് കൊറി എന്ന് ചോദിക്കാം? ടു സെലക്ട് ഓൾ സ്റ്റുഡൻസ് ഇൻ കൊമേഴ്സ് ബാച്ച് ഹു ആർ ഫെയിൽഡ്. കൊമേഴ്സ് ബാച്ചിൽ ഫെയിലായ കുട്ടികൾ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കണം. ബാച്ച് കൊമേഴ്സ് ആയിട്ടുള്ള റിസൾട്ട് ഫെയിലായ NHS ആയിട്ടുള്ള കുട്ടികളെ കിട്ടും. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക? ഇങ്ങനെ എഴുതും. നമുക്ക് സെലക്ട് ചെയ്യണം. ആരെ സെലക്ട് ചെയ്യേണ്ടത്? ബാച്ച് കൊമേഴ്സ് ആയിട്ടുള്ള, ബാച്ച് കണ്ടീഷൻ എന്താണ്? ബാച്ച് കൊമേഴ്സ് അതാണ് കണ്ടീഷൻ. ആൻഡിന് ഇങ്ങനെ കൊടുക്കണേ. ആൻഡ് റിസൾട്ട് എന്തായിരിക്കണം? റിസൾട്ട് എന്തായിരിക്കണം? ഈസ് ഈക്വൽ ടു NHS. റിസൾട്ട് ഈസ് ഈക്വൽ ടു NHS ആയിട്ടുള്ള കുട്ടികളെ എവിടെ നിന്ന് സെലക്ട് ചെയ്യണം? സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഏത് ടേബിളിൽ നിന്നാണ്? സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്യുക. ബാച്ച് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ രണ്ട് കണ്ടീഷൻ കൊടുത്തു. എന്താണ് പിന്നെ കണ്ടീഷൻ കൊടുത്തത്? ബാച്ച് ഈസ് ഈക്വൽ ടു കൊമേഴ്സ് ആൻഡ് റിസൾട്ട് ഈസ് ഈക്വൽ ടു NHS ആയിട്ടുള്ള കുട്ടികളെ ഏത് ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്യുക? സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് എന്താണ്? ബാച്ച് ഈസ് ഈക്വൽ ടു കൊമേഴ്സ് ആൻഡ് റിസൾട്ട് ഈസ് ഈക്വൽ ടു NHS ഫ്രം വിച്ച് ടേബിൾ? സ്റ്റുഡൻറ്റ് ടേബിൾ. ഒന്നുകൂടി പറയാം. നമുക്ക് സെലക്ട് ചെയ്യണം. ആരെ സെലക്ട് ചെയ്യേണ്ടത്? ബാച്ച്
കൊമേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ ആൻഡ് കൊമേഴ്സിൽ എല്ലാവരെയും വേണ്ട റിസൾട്ട് NHS ആയിട്ടുള്ള കുട്ടികളെ ഏത് ടേബിളിൽ നിന്ന് സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടും. അതായത് ഇങ്ങനെ കൊമേഴ്സിൽ ഒരു കുട്ടി മാത്രമേ NHS ഉള്ളൂ. അപ്പോൾ ഈ റെക്കോർഡ് ഇതാണ് ഇതിൻ്റെ റിസൾട്ട്, ഈ കുറിയുടെ റിസൾട്ട്. ഒറ്റ കുട്ടി മാത്രമേ കൊമേഴ്സിൽ NHS ഉള്ളൂ. നമ്മൾ ആ ടേബിൾ എടുത്ത് നോക്കിയാൽ അറിയാം. ഈ ടേബിൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കൊമേഴ്സിൽ NHS ആയിട്ട്. ഇതിനകത്ത് കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളെ കണ്ടുപിടിക്കുക ആദ്യം. C2 ആണല്ലോ കൊമേഴ്സ്. ഇത് കൊമേഴ്സാണ്, ഇത് കൊമേഴ്സാണ്. ഈ 3 കൊമേഴ്സ് റെക്കോർഡിൽ ഇത് EHS ആണ്. ഇത് ഫെയിലായത്. ഇപ്പോൾ ഇതെടുക്കൂല. അപ്പം മഹേഷ് ഏതാണ് റിസൾട്ട് വരിക? ഇതാണ് റിസൾട്ടായിട്ട് നമ്മൾ ആ കൊറിയുടെ റിസൾട്ട് 104-12 മഹേഷ് C2 150 NHS. ഈ കുട്ടിയുടെ റിസൾട്ടാണ് നമുക്ക് ആ കൊറി എക്സിക്യൂട്ട് ചെയ്താൽ ഈ കൊറിയുടെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുക. ഏത് കൊറിയുടെ? നമ്മുടെ ഈ കൊറിയുടെ റിസൾട്ട് NHSഉം ബാച്ച് കൊമേഴ്സുമായിട്ടുള്ള NHSഉം ബാച്ച് കൊമേഴ്സുമായിട്ടുള്ള സ്റ്റുഡൻ്റ് ആരാണ്? 104-12 മഹേഷ് കൊമേഴ്സ്. ഇതാണ് ഈ കൊറിയുടെ റിസൾട്ട് അല്ലേ. ഇനി മറ്റൊരു കൊറി നോക്കുക. ടു സെലക്ട് ഓൾ സ്റ്റുഡൻസ് ഇൻ ബാച്ച് സയൻസ് ഓർ കൊമേഴ്സ്. ബാച്ച് സയൻസോ കൊമേഴ്സോ ആയിട്ടുള്ള എല്ലാ കുട്ടികളെയും. അപ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? സെലക്ട് ബാച്ച് സയൻസോ അല്ലെങ്കിൽ ഓർ എന്നാണ് വേണ്ടി. എന്താണ് ഓർ എന്നിങ്ങനെയാണ് കൊടുക്കുക. കണ്ടോ? ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി. ഒന്നില്ലെങ്കിൽ സയൻസുകാർ അല്ലെങ്കിൽ കൊമേഴ്സ്. സയൻസിലും കൊമേഴ്സിലും പെട്ട എല്ലാ കുട്ടികളെയും സെലക്ട് ചെയ്യുക. നമുക്ക് എന്താ വേണ്ടിയത്? ബാച്ച് സയൻസോ കൊമേഴ്സോ ആയ എല്ലാ കുട്ടികളെയും എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? സെലക്ട് ബാച്ച് ഇസ് ഈക്വൽ ടു സയൻസ് ഓർ ബാച്ച് ഇസ് ഈക്വൽ ടു കൊമേഴ്സ് ആയിട്ടുള്ള എല്ലാ കുട്ടികളെയും സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്യുക. എവിടെ നിന്ന് സെലക്ട് ചെയ്യുക? സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഓർ എന്നുള്ള ഓപ്പറേഷനാണ് ശ്രദ്ധിക്കേണ്ടത്. ഏത് ഓപ്പറേഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഓർ എന്നുള്ള ഓപ്പറേഷൻ. ഓർ എന്നുള്ള ഓപ്പറേഷന് ബി എന്ന സിമ്പലാണ് ഉപയോഗിക്കുക. ആൻഡിന് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ 2 കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതിയെങ്കിൽ ഓർ എന്നുള്ള ഈ വി സിമ്പലാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് സെലക്ട് ബാച്ച് ഇസ് ഈക്വൽ ടു സയൻസ്. ബാച്ച് സയൻസ് ആയ കുട്ടികൾ ഓർ ബാച്ച് ഇസ് ഈക്വൽ ടു കൊമേഴ്സ്. ബാച്ച് കൊമേഴ്സ് ആയ സ്റ്റുഡൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റുഡൻറ്റ് ടേബിളിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതാണ് ഈ റിലേഷണൽ ഓപ്പറേഷൻ, സെലക്ട് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നൗ അത്രയും മതി. അപ്പോൾ സെലക്ട് ഓപ്പറേഷൻ നമുക്ക് ഏകദേശം ചിത്രം കിട്ടി. ഇനി എന്താണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയാം. എന്താണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ? സെലക്ട് ഓപ്പറേഷൻ നമുക്ക് മനസ്സിലായി. ഒരു കണ്ടീഷൻ അടിസ്ഥാനമാക്കി ടേബിൾസ് നിന്ന് അല്ലെങ്കിൽ റിലേഷൻ റെക്കോർഡ് എടുക്കുന്നതിനാണ് സെലക്ട് ഓപ്പറേഷൻ എന്ന് പറയുക. അതായത് സയൻസിലെ കുട്ടികളെ അല്ലെങ്കിൽ പാസ്സായ കുട്ടികളെ അല്ലെങ്കിൽ ഫെയിലായ കുട്ടികളെ അല്ലെങ്കിൽ കൊമേഴ്സിൽ പാസ്സായ കുട്ടികളെ അല്ലെങ്കിൽ കൊമേഴ്സിൽ ഫെയിലായ കുട്ടികളെ ഇങ്ങനെ ഒരു കണ്ടീഷനെ അടിസ്ഥാനമാക്കി റെക്കോർഡ്സ് സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെലക്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെലക്ട് ഓപ്പറേഷൻ്റെ സിമ്പൽ ഇതാണെന്നും പിന്നെ അതിനിവിടെ നമ്മൾ കണ്ടീഷൻ കൊടുക്കും. പിന്നെ അതുപോലെ നമ്മളിവിടെ ടേബിളിൻ്റെ പേര് കൊടുക്കും അല്ലെങ്കിൽ റിലേഷൻ്റെ പേര് കൊടുക്കും. ഇതാണ് സെലക്ട് ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന പ്രൊജക്റ്റ് ഓപ്പറേഷനാണ്. എന്താണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ? സെലക്ട് സെർട്ടൻ ആട്രിബ്യൂട്ട്സ് ഫ്രം എ ടേബിൾ. ഒരു ടേബിളിൽ ചില കോളംസ് മാത്രം സെലക്ട് ചെയ്യുക. ഒരു ടേബിളിലെ എല്ലാ കോളംസും വേണ്ട, ചില കോളംസ് മാത്രം സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൊജക്റ്റ് ഓപ്പറേഷൻ. ഉദാഹരണമായിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന് കുട്ടിയുടെ അഡ്മിഷൻ നമ്പറും നെയിമും മാത്രം കിട്ടണം. എല്ലാ കോളവും വേണ്ട, അഡ്മിഷൻ നമ്പറും നെയിമും മാത്രം കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ കോളംസ് മാത്രം പ്രൊജക്റ്റ് ചെയ്തെടുക്കുക ആ ടേബിളിൽ നിന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ടേബിളിൽ നിന്ന് ചില കോളംസ് മാത്രം എടുക്കുക. അഡ്മിഷൻ നമ്പർ, കുട്ടിയുടെ അഡ്മിഷൻ നമ്പറും വേണം, പേരും വേണം, ബാക്കിയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 2 കോളംസും നമ്മൾ എന്ത് ചെയ്യണം? പ്രൊജക്റ്റ് ചെയ്തെടുക്കണം. പ്രൊജക്റ്റ് ചെയ്ത് ചില കോളംസ് മാത്രം സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? പ്രൊജക്റ്റ് എന്ന് പറയുക. ചില കോളംസ് മാത്രം സെലക്ട് ചെയ്യുന്നതിനെയാണ് പ്രൊജക്റ്റ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എല്ലാ കുട്ടികളുടെയും ബാച്ച് കിട്ടണം. അപ്പോൾ നമ്മൾ ഇത് 2 എടുത്താൽ മതി. ഏത്? നെയിമും ബാച്ചും, എല്ലാ കുട്ടികളുടെയും ബാച്ച്. അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും കിട്ടിയ മാർക്ക് എത്രയാണെന്ന് അറിയണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കോളവും മാത്രം എടുക്കുക, ബാക്കിയൊന്നും വേണ്ട. അങ്ങനെ ചില കോളംസ് മാത്രം സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കാം നമുക്ക്. എന്താണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ? പ്രൊജക്റ്റ് ഓപ്പറേഷൻ സെലക്ട്സ് സെർട്ടൻ ആട്രിബ്യൂട്ട്സ് ഫ്രം എ ടേബിൾ.
ഒരു ടേബിളിൽ നിന്ന് ചില ആട്രിബ്യൂട്ട്സ് മാത്രം എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രൊജക്റ്റ് ഓപ്പറേഷൻ. പ്രൊജക്റ്റ് ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന സിമ്പിൾ പൈ എന്നാണ്. സെലക്റ്റിന് നമ്മൾ സിഗ്മ ഉപയോഗിച്ചപ്പോൾ പ്രൊജക്റ്റ് ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന സിമ്പിൾ പൈ എന്ന സിമ്പിളാണ് നമ്മൾ എന്ത് ചെയ്യുക പ്രൊജക്റ്റ് ഓപ്പറേഷന് യൂസ് ചെയ്യുക. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യണം, പ്രൊജക്റ്റ് ഓപ്പറേഷൻ റെപ്രസെൻറ്റ് ചെയ്യണം ഇങ്ങനെയാണ്. കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെയാണ് പ്രൊജക്റ്റ് ഓപ്പറേഷനെ റെപ്രസെൻറ്റ് ചെയ്യുക. ജനറൽ ഫോർമാറ്റ് ഓഫ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ. അതായത് പ്രൊജക്റ്റ് A1 A2 A3 AN ഫ്രം റിലേഷൻ ആർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പ്രൊജക്റ്റ് A1 A2 A3 ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്നതാണ് കുറച്ചുകൂടി നല്ലത്. A1 A2 A3 എറ്റ്സെട്ര AN ഫ്രം റിലേഷൻ. അതായത് ഈ റിലേഷനിൽ നിന്നും എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് പറയാം. ഈ റിലേഷനിൽ നിന്നും ഈ കോളംസ് ഏതൊക്കെ കോളംസാണ് A1 A2 A3 up to AN എന്ന കോളംസ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തെടുക്കുക. ചില കോളംസ് മാത്രം പ്രൊജക്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം പ്രൊജക്റ്റ് A1 A2 A3 up to AN ഫ്രം റിലേഷൻ എന്നുള്ള രീതി എഴുതാം. പിന്നെ എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കിക്കാം. ഉദാഹരണമായിട്ട് സെലക്ട് നെയിം റിസൾട്ട് ആൻഡ് മാർക്സ് ഇൻ സ്റ്റുഡൻറ്റ് റിലേഷൻ. സ്റ്റുഡൻറ്റ് റിലേഷൻ നമുക്ക് എന്താ കിട്ടണം, നെയിം കിട്ടണം, റിസൾട്ട് കിട്ടണം, മാർക്ക് കിട്ടണം, വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, നമുക്ക് പ്രൊജക്റ്റ് ചെയ്യണം. എന്തൊക്കെയാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, നെയിം പ്രൊജക്റ്റ് ചെയ്യണം, മാർക്ക് വേണം, റിസൾട്ട് വേണം. ഈ കോളംസ് മാത്രം മതി. ഏത് ടേബിളിൽ നിന്നാണ്, സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന് 3 കോളംസ് മാത്രം നമ്മൾ പ്രൊജക്റ്റ് ചെയ്തെടുത്തു. ആ ഓപ്പറേഷൻ നടത്തിയാൽ കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയായിരിക്കും. കണ്ടോ, ഇതാണ് കിട്ടുക. കണ്ടോ, ഇതിനകത്ത് എന്തൊക്കെയുള്ളത്, കുട്ടിയുടെ 3 കോളംസ് നെയിം മാർക്ക് റിസൾട്ട്. ഇങ്ങനെ കിട്ടാൻ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഇങ്ങനെ ചെയ്തു അല്ലേ. എങ്ങനെ ചെയ്തു, ഈ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യണം. ഏത് ഓപ്പറേഷനാണ്, പ്രൊജക്റ്റ് ഏതൊക്കെ കോളംസ് എന്ന് പറയാം, നെയിം മാർക്ക് അതുപോലെ റിസൾട്ട്. ഏത് ടേബിളിൽ നിന്നാണ്, സ്റ്റുഡൻറ്റ് ടേബിൾ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, റിസൾട്ട് ഈ ടേബിൾ കിട്ടും. കണ്ടോ, ഇതിനകത്ത് കുട്ടികളുടെ എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവില്ല, 3 കോളംസ് മാത്രമേ ഉള്ളൂ, നെയിം മാർക്ക് റിസൾട്ട്. ഇങ്ങനെ ചില കോളംസ് മാത്രം എടുക്കുന്ന ഓപ്പറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊജക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു കൊറി നോക്ക്. ഇപ്പോൾ നമുക്ക് കുട്ടിയുടെ മറ്റൊരു കൊറി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. കുട്ടിയുടെ പിന്നെ സ്റ്റുഡൻസിൻ്റെ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ കുട്ടിയുടെ നെയിമും കോഴ്സും കിട്ടണം. അപ്പോൾ നമ്മൾ എന്താ എഴുതുക, നെയിമും കോഴ്സും കിട്ടണം. പ്രൊജക്റ്റ് നെയിം കോഴ്സ് അല്ലേ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കും. ഇങ്ങനെ കൊടുക്കും. ഇനി എല്ലാ കുട്ടികളുടെയും പേരും അഡ്മിഷൻ നമ്പറും കിട്ടണം. അപ്പോൾ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുക, പ്രൊജക്റ്റ് അഡ്മിഷൻ നമ്പർ നെയിം. ഈ 2 കോളം മാത്രം മതി. ഏത് ടേബിളിൽ നിന്ന്, സ്റ്റുഡൻറ്റ്. ഇങ്ങനെ എഴുതും. സോ ഇതാണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ. ഇനി നമുക്കിതിനെ കമ്പൈൻ ചെയ്യാം. സെലക്ട് ഓപ്പറേഷനെയും പ്രൊജക്റ്റ് ഓപ്പറേഷനെയും നമുക്ക് കമ്പൈൻ ചെയ്യാം. എന്ത് ചെയ്യുക, സെലക്ട് ഓപ്പറേഷനെയും പ്രൊജക്റ്റ് ഓപ്പറേഷനെയും ചില നേരത്തെ നമുക്ക് കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം നമുക്ക്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. ടു സെലക്ട് അഡ്മിഷൻ നമ്പർ ആൻഡ് നെയിം ഓഫ് സ്റ്റുഡൻസ് ഹു ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. അതായത് പാസ്സായ കുട്ടികളുടെ അഡ്മിഷൻ നമ്പറും നെയിമും കിട്ടണം. പാസ്സായ കുട്ടികളുടെ എന്താണ് നമുക്ക് കിട്ടേണ്ടത്, പാസ്സായ കുട്ടികളുടെ പാസ്ഡ് സ്റ്റുഡൻസ് ആവണം. 2 അല്ലേ, പാസ്ഡ് സ്റ്റുഡൻസ് ആവണം. അവരുടെ എന്തൊക്കെ വേണം, നെയിം വേണം, അഡ്മിഷൻ നമ്പർ വേണം. അപ്പോൾ പാസ്സായ കുട്ടികളെ നമുക്ക് എങ്ങനെ കിട്ടും, പാസ്സായ കുട്ടികളെ നമുക്ക് കിട്ടാൻ നമ്മൾ ഇങ്ങനെ എഴുതണം. എന്താണ്, സെലക്ട് ചെയ്യണം അല്ലേ. സെലക്ട് എന്തൊക്കെ, ആരെ സെലക്ട് ചെയ്യേണ്ടത്, പാസ്സായ കുട്ടികളെ. പാസ്സായ കുട്ടികളെ എങ്ങനെ കിട്ടും, കണ്ടീഷൻ എന്താണ്, റിസൾട്ട് ഈസ് ഈക്വൽ ടു EHS. ഏത് ടേബിളിൽ നിന്നാണ്, സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന്. ഇപ്പോൾ പാസ്സായ കുട്ടികളെ കിട്ടി. ഇനി ഈ കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും വേണോ, ഇല്ല. ഇത്രയും കൊടുത്താൽ ഈ പാസ്സായ കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും വരും. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും വേണ്ട. എന്തൊക്കെയാണ് വേണ്ടത്, നെയിമും അഡ്മിഷൻ നമ്പർ വേണം. അപ്പോൾ ഇനി ഇതിൻ്റെ പുറമേ നമ്മൾ എന്ത് ചെയ്യും, പ്രൊജക്റ്റ് നെയിം അഡ്മിഷൻ നമ്പർ എന്നിട്ട് ഈ റിസൾട്ടിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് എന്ത് തരും, പാസ്സായ കുട്ടികൾ തരും. പാസ്സായ കുട്ടികളുടെ എന്ത് മാത്രം മതി, നെയിമും അഡ്മിഷൻ നമ്പറും കിട്ടും. ഒന്നുകൂടെ പറയാം, ചോദ്യം ഇതാണ്, പാസ്സായ കുട്ടികളുടെ EHS ആയിട്ടുള്ള കുട്ടികളുടെ നെയിം അതുപോലെ അഡ്മിഷൻ നമ്പറാണ് നമുക്ക് കിട്ടേണ്ടത്, അഡ്മിഷൻ നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്, EHS ആയ കുട്ടികളെ അതെങ്ങനെ കിട്ടും, സെലക്ട് ചെയ്യണം, കണ്ടീഷൻ കൊടുക്കണം. റിസൾട്ട് ഈസ് ഈക്വൽ ടു
EHS എന്ന് കൊടുക്കണം. റിസൾട്ട് ഈസ് ഈക്വൽ EHS ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ നമുക്ക് പാസ്സായ കുട്ടികളുടെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടും. ഇനി മുഴുവൻ ഡീറ്റെയിൽസും വേണോ? ഇല്ല, ഈ കിട്ടുന്ന റിസൾട്ടിൽ നിന്ന് അവരുടെ എന്ത് പ്രൊജക്റ്റ് ചെയ്യണം? പ്രൊജക്റ്റ് അവരുടെ നെയിമും അഡ്മിഷൻ നമ്പറും പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ഓപ്പറേഷൻ നമ്മൾ കമ്പൈൻ ചെയ്തു. ഈ കിട്ടുന്ന റിസൾട്ടിൻ്റെ മുകളിൽ പ്രൊജക്റ്റ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? പാസ്സായ കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും അല്ലേ? എല്ലാം കിട്ടും. ആ എല്ലാ ഡീറ്റെയിൽസും നമുക്കുണ്ടാകും. ഇന്ന് രണ്ട് കാര്യം പ്രൊജക്റ്റ് ചെയ്യുക, നെയിം അഡ്മിഷൻ നമ്പർ. അപ്പോൾ നോക്കുക, അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ കിട്ടും. ഇത് പാസ്സായ കുട്ടികളാണ്. നോക്കിയാൽ നമുക്കറിയാം സച്ചിന്, രാഹുൽ, നെൽസൺ, ജോസഫ്, ബിൻസി ഒക്കെ പാസ്സാണ്. കണ്ടോ? സച്ചിന്, രാഹുൽ, നെൽസൺ, ജോസഫ്, പിന്നെ ആരായിരുന്നു? ജോസഫ്, ബിൻസി. ഇത്രയും കുട്ടികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ EHS ആണ്. ഫാത്തിമ NHS ആണ്, മഹേഷ് NSS ആണ്, ഷാജി NHS ആണ് അല്ലേ? പക്ഷെ ഇവരെ സെലക്ട് ചെയ്തില്ല. ഇവരെ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും വന്നോ? ഇല്ല, രണ്ട് ഡീറ്റെയിൽസ്, അഡ്മിഷൻ നമ്പറും. നമ്മൾ എന്താണ് പ്രൊജക്റ്റ് ചെയ്യണത്? അഡ്മിഷൻ നമ്പർ, നെയിം. ആരുടേതാണ്? റിസൾട്ട് EHS ആയിട്ടുള്ള കുട്ടികളുടെ അഡ്മിഷൻ നമ്പറും നെയിമും പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊജക്റ്റും സെലക്റ്റും കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാം. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ to select name and marks of those students in humanities batch who are not eligible for higher studies. ഹ്യൂമാനിറ്റീസ് കുട്ടികളെ മാത്രം മതി. ഹ്യൂമാനിറ്റീസ് ജയിക്കാത്ത കുട്ടികളുടെ എന്തൊക്കെ വേണം? നെയിമും മാർക്കും വേണം. അപ്പോൾ നമ്മൾ ഹ്യൂമാനിറ്റീസിൽ ജയിക്കാത്ത കുട്ടികളെ എങ്ങനെ സെലക്ട് ചെയ്യും? അപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യും അല്ലേ? സെലക്ട് എന്താണ് കണ്ടീഷൻ? ബാച്ച് ഹ്യൂമാനിറ്റീസ് ആയിട്ടുള്ള ബാച്ച് ഈസ് ഈക്വൽ ടു ഹ്യൂമാനിറ്റീസ്. പിന്നെ ആൻഡ് ഒരു കണ്ടീഷനും കൂടിയുണ്ട്. എന്താണ്? റിസൾട്ട് ഈസ് ഈക്വൽ ടു NHS. പാസ്സാവാത്ത റിസൾട്ട് ഈസ് ഈക്വൽ ടു NHS ആയ കുട്ടികളെ ഏത് ടേബിളിൽ നിന്ന് എടുക്കും? സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന് എടുക്കും. എന്നിട്ട് ഈ റിസൾട്ടിൻ്റെ പുറത്ത് നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? പ്രൊജക്റ്റ് ചെയ്യണം. ഈ കിട്ടുന്ന റിസൾട്ടിൽ നിന്ന് ഹ്യൂമാനിറ്റീസിൽ ഫെയിലായ കുട്ടികളെ എടുത്തിട്ട് അവരെല്ലാ ഡീറ്റെയിൽസും വേണോ? വേണ്ട, നെയിമും മാർക്കും മാത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നെയിമും മാർക്കും പ്രൊജക്റ്റ് ചെയ്യും. സോ വിൽ പ്രൊജക്റ്റ് എന്താണ്? പ്രൊജക്റ്റ് നെയിം ആൻഡ് മാർക്ക് ആരുടേതാ? ബാച്ച് ഹ്യൂമാനിറ്റീസ് ആയ ഫെയിലായ കുട്ടികളെ സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്നും എടുക്കുക. അവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് മാത്രം മതി? നെയിമും മാർക്കും മാത്രം മതി. അപ്പോൾ എന്ത് കിട്ടും? ഹ്യൂമാനിറ്റീസിൽ ഫെയിലായ കുട്ടികളുടെ നെയിമും മാർക്കിൻ്റെയും ഇൻഫർമേഷൻ കിട്ടും. എല്ലാ കുട്ടികളുടെയും, ഹ്യൂമാനിറ്റീസിലുള്ള ഫെയിലായ എല്ലാ കുട്ടികളുടെയും നെയിമും മാർക്കും കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ നമ്മൾ രണ്ട് ഓപ്പറേഷൻ കമ്പൈൻ ചെയ്തു. നമ്മൾ ആദ്യം സെലക്ട് ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഹ്യൂമാനിറ്റീസിൽ ഫെയിലായ കുട്ടികളെടുത്തു. എന്നിട്ട് അതിൽ നിന്ന് അവരുടെ നെയിമും മാർക്കും പ്രൊജക്റ്റ് ചെയ്ത് എടുത്തു. ഓക്കെ ആണല്ലോ? നൗ അത്രയും മതി. ഇനി യൂണിയൻ ഓപ്പറേഷൻ. എന്താണ് യൂണിയൻ ഓപ്പറേഷൻ എന്ന് നോക്കാം. Union operation is a binary operation and it returns a relation combining all tuples appearing in either or both of the specified relation. ഇങ്ങനെ എഴുതണ്ട, കുറച്ചുകൂടി സിമ്പിളായിട്ട് എഴുതാം. ഇങ്ങനെ എഴുതിക്കാം. You can write like this. Union operation returns all tuples, all unique tuples from both the relations. Relations should be union compatible. ഇത് ഇത്ര എഴുതുക. എന്നിട്ട് ഞാൻ എന്താണെന്ന് പറയാം. Union operation returns all the unique tuples from both the relations. This is a binary operation. ഇപ്പോൾ യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടേബിളിൽ അപ്ലൈ ചെയ്യുന്നതാണ് യൂണിയൻ ഓപ്പറേഷൻ. അതുകൊണ്ടാണ് അതിനെ ബൈനറി എന്ന് വിളിക്കുന്നത്. രണ്ട് ടേബിളിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ എന്താണെന്ന് പറയാം. വളരെ സിമ്പിളാണ് യൂണിയൻ ഓപ്പറേഷൻ. ഇപ്പോൾ രണ്ട് ടേബിളിൻ്റെ യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. രണ്ട് ടേബിളിലെയും എല്ലാ റെക്കോർഡ്സും റിട്ടേൺ ചെയ്യുക.
ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ആർട്സ് എന്നുള്ളൊരു റിലേഷൻ ഉണ്ട്. ആർട്സ് എന്നുള്ള റിലേഷൻ ഉണ്ട്. ഇതിൽ ആർട്സിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ്, സ്പോർട്സ് എന്നുള്ള റിലേഷൻ ഉണ്ട്, സ്പോർട്സ് പങ്കെടുക്കുന്ന കുട്ടികളുടെ റിലേഷൻസ്. ഇനി നമുക്ക് ആർട്സിലും സ്പോർട്സിലും പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും കിട്ടണമെന്ന് വിചാരിക്കുക. ആർട്സിൽ ആരൊക്കെയുണ്ട്? സച്ചിൻ പങ്കെടുക്കുന്നുണ്ട്, ഫാത്തിമയുണ്ട്, ജോസഫ് ഉണ്ട്, നിക്കിതയുണ്ട്, വിവേക് ഉണ്ട്, നവീൻ ഉണ്ട്. സ്പോർട്സിൽ ആരൊക്കെ പങ്കെടുക്കുന്നത്? രാഹുലുണ്ട്, ഫാത്തിമയുണ്ട്, നെൽസൺ ഉണ്ട്, ജോസഫ് ഉണ്ട്, ബിൻസി ഉണ്ട്, വിവേക് ഉണ്ട്, രചനയുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ ആർട്സ് യൂണിയൻ സ്പോർട്സ്, ഇതാണ് യൂണിയൻ ഓപ്പറേഷൻ. യു എന്നുള്ള ഓപ്പറേറ്റർ ഉപയോഗിക്കുക കേട്ടോ. യു എന്നുള്ളത് നമുക്കറിയാം. സെലക്ഷന് നമ്മൾ സിഗ്മ യൂസ് ചെയ്യും, പ്രൊജക്റ്റിന് പൈ ഉപയോഗിക്കും. അതുപോലെ യൂണിയൻ ഓപ്പറേഷൻ നമ്മൾ ഉപയോഗിക്കുക യു എന്നുള്ള ഓപ്പറേഷനാണ്. ഏതാണ്? യു. അപ്പോൾ ആർട്സ് യൂണിയൻ സ്പോർട്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആർട്സിലും സ്പോർട്സിലും പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും കിട്ടും. കണ്ടോ? ഇതിനകത്ത് ആർട്സിലും സ്പോർട്സിലും പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികളുടെയും ഡീറ്റെയിൽസ് ഉണ്ടാവും. അതായത് ഈ രണ്ട് ടേബിളും കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന ടേബിളാണ് ഈ ടേബിൾ, ആർട്സ് യൂണിയൻ സ്പോർട്സ്. അത് ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഇവിടെ ഇതിലും സച്ചിൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിലും ഫാത്തിമ ഉണ്ടെങ്കിൽ റിസൾട്ടിൽ ഒരു പ്രാവശ്യമേ ഫാത്തിമ വരുള്ളൂ. കണ്ടോ? ഫാത്തിമയിൽ പങ്കെടുക്കേണ്ട പിന്നെ ആർട്സിലുണ്ട്, ഫാത്തിമ സ്പോർട്സിലും ആർട്സിലും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ യൂണിയൻ ചെയ്യുമ്പോൾ ആ റെക്കോർഡ് ഒരു പ്രാവശ്യം ഇവിടെ വരുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ആർട്സിലും സ്പോർട്സിലും പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളുടെ ഡീറ്റെയിൽസ് ആയിട്ടൊരു പുതിയ ടേബിൾ കിട്ടും. അതാണ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, രണ്ട് ടേബിളിനെ കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ മൊത്തം റിസൾട്ട് തരിക എന്നുള്ളതാണ് യൂണിയൻ. അപ്പോൾ ചെയ്യുമ്പം രണ്ട് ടേബിളിൽ ഒരേ റെക്കോർഡ് ഉണ്ടെങ്കിൽ റിസൾട്ടിൽ ഒരു പ്രാവശ്യം അത് വരികയുള്ളൂ എന്നുള്ളതാണ്. യുണീക്ക് റെക്കോർഡ്സ് ഉണ്ടാവുള്ളൂ, ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് വരില്ല. ഫാത്തിമ ഇവിടെയുണ്ട്. ഇത് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിൽ ഫാത്തിമ ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അതാണ് യുണീക്ക് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത്. സോ യൂണിയൻ ഈസ് വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ നമുക്ക് രണ്ട് ടേബിൾ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വളരെ സിമ്പിളായിട്ട് രണ്ട് ടേബിൾ ഉണ്ട്. ഇത് ടേബിൾ എ എന്ന് വിചാരിക്കുക, ഇത് ടേബിൾ ബി എന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് രണ്ട് ഇൻഫർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഹാരിസ്, സച്ചിന് ഉണ്ട്. ഇവിടെ നമുക്ക് സച്ചിന്, പഠാനുണ്ട്. അങ്ങനെ രണ്ട് ടേബിളുണ്ട്, ഒരു കോളമുള്ള രണ്ട് ടേബിളാണ്. അപ്പോൾ നമ്മൾ എ യൂണിയൻ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യാറ്? ഇതിലുള്ള മൊത്തം റെക്കോർഡ്സ് എടുത്തിട്ടൊരു ടേബിൾ ഉണ്ടാക്കും. അപ്പോൾ എന്തുണ്ടാക്കും? ഹാരിസിനെ എടുക്കും, സച്ചിനെ എടുക്കും. സോ റിസൾട്ടിൽ ഹാരിസ് ഉണ്ടാവും, സച്ചിൻ ഉണ്ടാവും. പിന്നെ ഇനി ബിയിലെ റെക്കോർഡ് സച്ചിൻ ഇവിടെ ഓൾറെഡി ഉണ്ട്, പിന്നെ എടുക്കേണ്ട. പഠാനുണ്ട്, പഠാൻ. സോ ഇതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. രണ്ട് ടേബിളിലെയും എല്ലാ റെക്കോർഡ്സിനെയും ഒരുമിച്ച് ചേർത്തുണ്ടാക്കുന്ന മൂന്നാമത്തെ ടേബിളാണ് യൂണിയൻ ഓപ്പറേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അതിൽ യുണീക്ക് ആയിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് വരില്ല. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെയും സച്ചിനുണ്ട്, ഇവിടെ സച്ചിനുണ്ട്, ഇവിടെയും സച്ചിനുണ്ട്. ഇവിടെ വരുമ്പോൾ സച്ചിൻ രണ്ട് പ്രാവശ്യം ഉണ്ടാവില്ല, ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവില്ല, യുണീക്ക് റെക്കോർഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദിസ് ഇസ് വാട്ട് യൂണിയൻ ഓപ്പറേഷൻ. സോ വളരെ സിമ്പിളാണ്. രണ്ട് ടേബിൾ, ഇപ്പോൾ ആർട്സ് എന്നൊരു റിലേഷൻ ഉണ്ട്, ഒരു ടേബിളുണ്ട്, സ്പോർട്സ് എന്ന ഒരു ടേബിളുണ്ട്. എന്നിട്ട് രണ്ടിൻ്റെയും കൂടി യൂണിയൻ എടുക്കുകയാണെങ്കിൽ ആർട്സിലും സ്പോർട്സിലും പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളുടെയും ഇൻഫർമേഷൻ. സോ അപ്പോൾ നമുക്ക് മൊത്തം ആ രണ്ട് ടേബിളിലെയും എല്ലാ റെക്കോർഡ്സും നമുക്ക് ഇവിടെ ഇവിടെ കിട്ടും. ഇതാണ് യൂണിയൻ ഓപ്പറേഷൻ, ആർട്സ് യൂണിയൻ സ്പോർട്സ് എന്ന് പറയുന്നത്. സോ യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടേബിളിലെയും മൊത്തം റെക്കോർഡ്സ് ഉൾക്കൊള്ളുന്ന പുതിയ റെക്കോർഡായിരിക്കും അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുക. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഒറ്റ ഓപ്പറേഷൻ കൂടി ഉണ്ട്, ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ. ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ ഈസ് ഓൾസോ ബൈനറി ഓപ്പറേഷൻ ആൻഡ് ഇറ്റ് റിട്ടേൺസ് എ റിലേഷൻ കണ്ടെയ്നിങ് ടപ്പിൾസ് അപ്പിയറിങ് ഇൻ ബോത്ത് ഓർ ടു സ്പെസിഫൈഡ്. അങ്ങനെ എഴുതണ്ട, കുറച്ചുകൂടി സിമ്പിളായിട്ട് എഴുതാം. കൺട്രോൾ ഇസ് യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്: intersection operation returns common tuples from both the relations. Tables should be union compatible. എന്താണ് യൂണിയൻ കമ്പാറ്റിബിൾ എന്ന് ഞാൻ പറഞ്ഞുതരാം. കോമ്പാറ്റിബിൾ. ദിസ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ. ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടേബിൾ ഉണ്ടെങ്കിലേ ഈ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഒറ്റ ടേബിൾ ഇൻ്റർസെക്ഷനോ യൂണിയനോ ചെയ്യാൻ പറ്റില്ല. രണ്ട് ടേബിൾ വേണം യൂണിയൻ ചെയ്യാൻ, ഇൻ്റർസെക്ഷൻ ചെയ്യാൻ. നമുക്കറിയാം, നമ്മുടെ സെലക്ട്
പ്രൊജക്റ്റ്, ഇത് രണ്ടും ഓരോ സിംഗിൾ ടേബിളിലാണ് അപ്ലൈ ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇതിനെ യൂണറി ഓപ്പറേഷൻസ് എന്ന് പറയും. യൂണറി ഓപ്പറേഷൻസ് കാരണം ഒരു റിലേഷനിൽ ഒരു ടേബിളിലാണ് ഇത് വർക്ക് ചെയ്തത്. പക്ഷേ യൂണിയനും ഇൻ്റർസെക്ഷനും, യൂണിയനാണിത്, ഇൻ്റർസെക്ഷൻ സിമ്പിൾ, ഇത് രണ്ടും വർക്ക് ചെയ്യണമെങ്കിൽ 2 ടേബിൾസാണ്, 2 ടേബിൾസ് ആണ്. സോ ഇതിനെ നമ്മൾ ബൈനറി ഓപ്പറേഷൻസ് എന്ന് വിളിക്കും. എന്താണ് ബൈനറി ഓപ്പറേഷൻസ്? യൂണിയനും ഇൻ്റർസെക്ഷനും ബൈനറി ഓപ്പറേഷൻസ് ആണ്. വർക്ക് ചെയ്യണമെങ്കിൽ 2 ടേബിളാണ്. സെലക്ഷനും പ്രൊജക്ഷനും പിന്നെന്താണ് ഒറ്റ ടേബിളാണ് വർക്ക് ചെയ്യുക. സോ ദിസ് ഇസ് വാട്ട് ഇൻ്റർസെക്ഷൻ. ഇപ്പോൾ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ റിട്ടേൺസ് കോമൺ ടപ്പിൾസ് ഫ്രം ബോത്ത് റിലേഷൻ. 2 ടേബിളിലും കോമൺ ആയിട്ടുള്ള റെക്കോർഡ്സ് മാത്രം, 2 ടേബിളിലും കോമൺ ആയിട്ടുള്ള റെക്കോർഡ്സ് മാത്രം. ഉദാഹരണമായിട്ട് നമുക്ക് ആർട്സ് സ്പോർട്സ് 2 റിലേഷൻ ഉണ്ടല്ലോ, ആർട്സ് സ്പോർട്സ്. ആർട്സിലും സ്പോർട്സിലും പങ്കെടുക്കുന്ന കുട്ടികളാരാ? സച്ചിൻ ആർട്സിലുണ്ട്, സ്പോർട്സിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് സെലക്ട് ചെയ്യൂല. ഫാത്തിമ ആർട്സിലുണ്ട്, ഫാത്തിമ സ്പോർട്സിലുണ്ട്. അപ്പോൾ കോമൺ ടപ്പിൾ ഇത് സെലക്ട് ചെയ്യും. പിന്നെ ജോസഫ് ഇതിലുണ്ട്. അപ്പോൾ ജോസഫിനെ സെലക്ട് ചെയ്യും. നിക്കിത ഇവിടെയുണ്ട്, ഇവിടെയില്ല, അപ്പോൾ നിക്കിതനെ സെലക്ട് ചെയ്യില്ല. വിവേക് 2ലുണ്ട്, അപ്പോൾ നെവിൻ 2ലും ഇല്ല അല്ലേ? അങ്ങനെ 2ലും ഉള്ള, അതായത് കോമൺ 2 ടേബിളിലും 2 റിലേഷനിലും കോമൺ ആയിട്ട് വരുന്ന ടപ്പിൾസിനെയാണ് നമുക്ക് കിട്ടുക. ഏത് ഓപ്പറേഷൻ ചെയ്താലും, ഇൻ്റർസെക്ഷൻ ചെയ്താലും. 2 ടേബിളിലും കോമൺ ആയിട്ട് വരുന്ന, ഇപ്പോൾ ടേബിൾ എ ഉണ്ട്, ടേബിൾ ബിയും ഉണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ള വാല്യൂസാണ് 5, 6, 7. ഇതിനകത്തുള്ള വാല്യൂസാണ് 8, 5, 6. അങ്ങനെയാണെങ്കിൽ യൂണിയൻ അല്ല, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക 2ൽ കോമൺ ആയിട്ടുള്ളത് 5 ഇതിലുണ്ടോ? ഇതിലുണ്ട്, അപ്പോൾ 5 ഇവിടെ ഉണ്ടാവും. 6 ഇവിടെ ഉണ്ട്, 6 ഇവിടെ ഉണ്ടാവും. 7 ഇവിടെ ഉണ്ടോ? 7 ഇവിടെ ഇല്ല. 8 ഇപ്പുറത്തുണ്ടോ? 8 ഇപ്പുറത്തില്ല, അപ്പോൾ അത് 2 ഇല്ല. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 2ലും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? കോമൺ ആയിട്ടുള്ള ഏതാണ്? 5 കോമൺ ആയിട്ടുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. 6 കോമൺ ആയിട്ടുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെ. അങ്ങനെ കോമൺ ആയിട്ടുള്ള ടപ്പിൾസ് മാത്രം എടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുക. എല്ലാ ടപ്പിൾസും എടുക്കുന്നതിനെയാണ് നമ്മൾ യൂണിയൻ എന്ന് പറയുക. എല്ലാ ടപ്പിൾസും 2ലെയും എല്ലാ ടപ്പിൾസും എടുക്കുന്ന യൂണിയൻ. 2ലും കോമൺ ആയിട്ടുള്ള ടപ്പിൾസിനെയാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുക. ഓക്കെ, ഇൻ്റർസെക്ഷൻ മനസ്സിലായല്ലോ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ആർട്സിലും സ്പോർട്സിലും പങ്കെടുക്കുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ ആർട്സ് ഇൻ്റർസെക്ഷൻ എന്താണ്? ആർട്സ് ഇൻ്റർസെക്ഷൻ്റെ സിമ്പിൾ ഇതാണ്, യു തിരിച്ചിട്ട ഇൻ്റർസെക്ഷനായി. സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ റെക്കോർഡ്സ് ഉണ്ടാവും? ഈ ഫാത്തിമ ഉണ്ടാവും, ഈ കുട്ടി ഉണ്ടാവും, കാരണം അത് 2 സ്ഥലത്തും ഉണ്ട് അല്ലേ. പിന്നെ ജോസഫ് ഉണ്ട്, ജോസഫ് ഉണ്ടാവും, അത് ഇവിടെയുണ്ട് അല്ലേ. നികിത ഇവിടെയില്ല. വിവേക് ഉണ്ടാവും, കാരണം വിവേക് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. സോ ഈ 3 റെക്കോർഡാണ് ഉണ്ടാവുക. ഈ 3 റെക്കോർഡാണ് നമ്മളെ ആർട്സ് ഇൻ്റർസെക്ഷൻ സ്പോർട്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ അത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫാത്തിമ, ജോസഫ്, നികിത അല്ല വിവേകാണ് നമ്മുടെ ആൻസറിലുള്ളത് അല്ലേ. ഇൻ്റർസെക്ഷൻ കണ്ടോ, ആരാളുള്ളത്? 3 ആളാണുള്ളത്. ഏത് ഓപ്പറേഷൻ നടത്തുമ്പോൾ? ആർട്സ് ഇൻ്റർസെക്ഷൻ സ്പോർട്സ് എന്ന കുറിയുടെ റിസൾട്ട് ഫാത്തിമയുണ്ട്, ജോസഫ് ഉണ്ട്, വിവേക്. ചുരുക്കത്തിൽ പറയത്രേ ഉള്ളൂ, 2 ടേബിളിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ടേബിളിലും കോമൺ ആയിട്ടുള്ള ടപ്പിൾസിനെയാണ് ഇൻ്റർസെക്ഷൻ്റെ റിസൾട്ടായിട്ട് കിട്ടുക. യൂണിയൻ എന്ന് പറഞ്ഞാൽ 2 ടേബിളിലെയും എല്ലാ റെക്കോർഡ്സും കിട്ടും, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ഒഴിവാക്കും. ഓക്കെ, സോ നമ്മളെന്ത് കഴിഞ്ഞു? ഇനി നമുക്ക് 2 ഓപ്പറേഷൻ കൂടി ഉണ്ട്. സെറ്റ് ഡിഫറൻസും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റും കൂടിയും റിലേഷണൽ ആൾജിബ്രയിലുണ്ട്. പക്ഷേ നമുക്ക് ഈ വർഷം ഈ ഫോക്കസ് ഏരിയയിൽ അത് വരാത്തതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഓപ്പറേഷൻസാണ് ഡിസ്കസ് ചെയ്തത്? ഒന്ന് സെലക്ട് ഓപ്പറേഷൻ, ഒരു കണ്ടീഷനെ അടിസ്ഥാനമാക്കി ഒരു ടേബിളിലെ റെക്കോർഡ് എടുക്കാനാണ് സെലക്ട് ഓപ്പറേഷൻ ഉപയോഗിക്കുക. മറ്റൊന്നാണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ. ചില കോളംസ് മാത്രം, ചില കോളംസ് മാത്രം സെലക്ട് ചെയ്യാനാണ് പ്രൊജക്റ്റ് ഉപയോഗിക്കുക. ചില നേരത്ത് ഇത് നമുക്ക് 2 കമ്പൈൻഡ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. മറ്റൊരു ഓപ്പറേഷനാണ് യൂണിയൻ ഓപ്പറേഷൻ, അതായത് യു എന്നുള്ള സിമ്പിൾ. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലുള്ള എല്ലാ റെക്കോർഡ്സുമാണ് എ യൂണിയൻ ബി. മറ്റൊന്നാണ് ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ. എന്താണ് ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ്റെ സിമ്പിൾ യു തലതിരിച്ചിട്ടാണ്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള റെക്കോർഡ്സ് മാത്രം എടുക്കുക. ഇതിനെയാണ് ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ. സോ നമ്മൾ ചാപ്റ്റർ നമ്പർ 8 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്തുള്ള എല്ലാ ഫോക്കസ് ഏരിയ നമ്മൾ കവർ ചെയ്തു. എന്താണ് ഡേറ്റാബേസ്, എന്താണ് DBMS, എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ഡേറ്റാബേസ് അല്ലെങ്കിൽ DBMS, കോമ്പണൻസ് ഓഫ് DBMS, ടൈപ്സ് ഓഫ് യൂസേഴ്സ്, RDBMS ടെർമിനോളജീസ്, റിലേഷണൽ ഓപ്പറേഷനായ സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ചാപ്റ്റർ നമ്പർ 8 ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കുട്ടികൾ ഇത് കൃത്യമായിട്ട് നോട്ട്സ് എഴുതിയിട്ട് പഠിക്കുക. ഇതിൻ്റെ ക്ലാസ് നമ്മൾ ഓഫ്ലൈനായിട്ട് സ്കൂളിൽ വെച്ച് ചെയ്യുന്നതല്ല,
നിർബന്ധമായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ്. സ്റ്റോപ്പിങ് ഹിയർ.